സമയം 3 AM. വിജനമായ റോഡിലൂടെ വേഗത്തിൽ കടന്നുപോകുന്ന ഒരു വാൻ. സിഗ്നലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് വാൻ ജവഹർ നഗർ ഹൗസിംഗ് കോളനിയിലേക്ക് പ്രവേശിച്ചു. കുറച്ചുകൂടി അകത്തേക്ക് സഞ്ചരിച്ച് അതൊരു കിഡ്സ് പാർക്കിന് മുന്നിൽ നിൽക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും തന്നെ കത്താത്ത ആ വഴി. നിർത്തിയിട്ടിരിക്കുന്ന വാനിന്റെ ഹെഡ്ലൈറ്റ് ഓഫാക്കുന്നതോടെ മുഴുവൻ ഇരുട്ടിലാവുന്നു. ഡോറ് തുറന്ന് ഡ്രൈവർ സീറ്റിൽ നിന്നും 6 അടിയോളം പൊക്കവും ഉറച്ച ശരീരവുമുള്ള ഒരാൾ ഇറങ്ങി. തന്റെ മുഖം മറച്ച് ഒരു മാസ്കും കറുത്ത വേഷവുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പു വരുത്തിയ ശേഷം അയാൾ പുറകിലത്തെ ഡോർ തുറന്ന് ഒരു ചാക്കുകെട്ട് വലിച്ച് താഴെയിടുന്നു. ഡോർ അടച്ച ശേഷം അത് അനായാസം തോളിൽ കയറ്റി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. പാർക്കിന് മുന്നിൽ റോഡ് സൈഡിലുള്ള ഒരു ബെഞ്ചിൽ അയാൾ ആ ചാക്കുകെട്ട് വെച്ചു. കെട്ടഴിച്ച ശേഷം ചാക്ക് വലിച്ചെടുക്കുന്നു. തിരിച്ച് വാനിലേക്ക് വന്ന് തന്റെ കയ്യിലുള്ള ഒഴിഞ്ഞ ചാക്ക് വണ്ടിയിലേക്ക് എറിയുന്നു. ശേഷം ഉള്ളിലേക്ക് കയറി അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ ബെഞ്ചിൽ ഇനിയും മരിച്ചിട്ടില്ലാത്ത ഒരു മധ്യവയസ്കൻ രക്തത്തിൽ കുളിച്ച് വികൃതരൂപനായിരിക്കുന്നത് കാണാമായിരുന്നു. അമിതമായി വാർന്നു പോയിക്കൊണ്ടിരുന്ന രക്തം അയാളെ തളർത്തിയിരിക്കുന്നതായി കാണാം. അയാൾ ആ വാനിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം വാനിലിരുന്ന് അവൻ ആ കാഴ്ച കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. രക്തത്തിൽ കുതിർന്നൊട്ടിയ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. അയാൾ അവന് നേരെ കൈയുയർത്തി എന്തോ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ആ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ ബെഞ്ചിലേക്ക് അയാൾ മറിഞ്ഞു വീണു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവൻ തന്റെ വണ്ടി ഓടിച്ചുപോയി. വാൻ കോളനിക്ക് പുറത്തേക്ക് പോയി. കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വണ്ടി സൈഡ് ഒതുക്കി. ഡാഷ്ബോർഡിൽ നിന്നും ഒരു ഫോൺ പുറത്തെടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് ഒരു കോൾ ചെയ്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ കോൾ എടുത്തു. പ്രതീക്ഷിച്ചതുപോലെ മറുതലയ്ക്കിൽ ഒരു സ്ത്രീയുടെ ശബ്ദം. ആ പറയടാ, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞു കാണും. കോളനിയിലെ CCTV ഞാൻ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ എന്നാ ഓക്കെ. കോൾ കട്ട് ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. വാൻ വന്ന വഴി തന്നെ തിരിച്ചുപോയി. രാവിലെ സമയം 7 മണി. നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്ന അലാറം പുതപ്പിനുള്ളിൽ നിന്നും ഒരു കൈവന്ന് അലാറം ഓഫ് ചെയ്യുന്നു. എഴുന്നേൽക്കുമ്പോൾ പുതപ്പ് മുഖത്തു നിന്നും താഴേക്ക് വീണു. അതൊരു പെൺകുട്ടിയായിരുന്നു. ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് അവൾ സ്വന്തം കൈപ്പത്തിയിലേക്ക് നോക്കി. കൈകൾ കൂട്ടിത്തിരുമി മുഖത്തുകൂടെ മുകളിൽ നിന്ന് താഴേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലാറത്തിന്റെ തൊട്ടടുത്തിരുന്ന മൊബൈൽ റിംഗ് ചെയ്യുന്നു. തിരികെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവൾ ഫോൺ എടുത്തു. ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഹേമന്ത്. ഒരു ചിരിയോടെ അറ്റൻഡ് ചെയ്തു. തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ നേരം വെളുത്തു ആവോ? അതറിയില്ല, കൊച്ചിയിൽ ഇപ്പോ 7 ഓ, ഏമാനിപ്പോ കോമഡിയൊക്കെ പറയാറായോ? അല്ല രേണു, ഞാനിപ്പോ കൊച്ചിയിലുണ്ട്. കൊച്ചിയിലോ? ചുമ്മാ കളി പറയല്ലേ. കളിയല്ലടോ, ഐ ആം സീരിയസ്. ഇന്നലെ ഉച്ചയ്ക്കെത്തി. ഓ, അപ്പോൾ ലീവാണോ? എനിക്ക് അവധിയാ. എന്നാ നമുക്കിത് കണ്ടാലോ? ശനി ഞായറും ലീവ് കിട്ടാൻ ഞാൻ IT തൊഴിലാളിയല്ല, ഓൺ ഡ്യൂട്ടിയാ. ഹേമന്ത് ചന്ദ്രശേഖർ, ACP, കൊച്ചി സിറ്റി. ആഹാ, കൊള്ളാലോ. സർപ്രൈസ് ആക്കി വെച്ചൂലേ? ആ, നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ. പക്ഷേ ഇന്നലെ ചാർജ് എടുത്തിട്ട് നിന്ന് തീയ സമയം തന്നിട്ടില്ല. ഒന്ന് ഫോണെങ്കിലും ചെയ്യായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്നു രേണു, കണക്റ്റ് ആവുന്നില്ലായിരുന്നു. എന്റെ കണക്ഷൻ ചിലപ്പോൾ അങ്ങനാ. അതൊക്കെ പോട്ടെ, ഇപ്പൊ ആരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ ഈ ട്രാൻസ്ഫർ? ഞാൻ ആരായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ? ഉവ്വ്. ഈ വർഷം തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ ട്രാൻസ്ഫർ അല്ലേ? ആദ്യത്തേത് IG വക, രണ്ടാമത്തേത് MLA വക. അറിയാലോ? അറിയാൻ എൻ്റെ പൊന്നേ. പക്ഷെ പഴയ പോലെ ഒന്നുമല്ല ഇത്. ഇതൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടാ. ആ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ശിവപ്രസാദ് സാറിന്റെ അളിയനില്ലേ, ആ അഡ്വക്കേറ്റ് ഹരീഷ് മേനോൻ, അങ്ങേരുടെ മിസ്സിംഗ് കേസ്. ഓ, ഇപ്പൊ കുറച്ച് തിരക്കിലാ മോളൂ. നമുക്ക് വൈകിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. ഫോൺ കട്ട് ചെയ്തിട്ട് മൊബൈലിലേക്ക് നോക്കി. വാൾപേപ്പറിലെ ഹേമന്തിന്റെ പടം നോക്കി. എവിടെന്ന്? ഇനി അടുത്ത ആഴ്ച നോക്കിയാൽ മതി. കെട്ടുന്നതിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ കെട്ടിക്കഴിഞ്ഞ എന്താവും സ്ഥിതി എന്റെ ACP സാറേ. അതും പറഞ്ഞ് തോർത്തു എടുത്ത് രേണു ബാത്റൂമിലേക്ക് പോയി. തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഓഫീസിലേക്ക് പോകുകയായിരുന്നു ഹേമന്ത്. രേണുകയുടെ കോള് കട്ട് ചെയ്തിട്ടും അവളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. അവളെ കണ്ടുമുട്ടിയതും പ്രണയിച്ചതും വീട്ടിൽ പറഞ്ഞ കല്യാണത്തിന് സമ്മതിപ്പിച്ചതും എല്ലാം ഒരു തിരശ്ശീലയിൽ എന്ന പോലെ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നുള്ള ഫോൺ ബെല്ലാണ് ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. യെസ്, റോഷൻ പറയൂ. സർ, ദർ ഇസ് എ ബാഡ് ന്യൂസ്. റോഷൻ പറയുന്നത് ശ്രദ്ധിക്കുന്ന ഹേമന്തിന്റെ മുഖം ചുവക്കുന്നു. യെസ്, ഐ ആം കമ്മിങ്. യു ജസ്റ്റ് ക്ലിയർ ദ സീൻ. കൂടുതൽ ഫോഴ്സ് വേണമെങ്കിൽ വിളിച്ചോളൂ. ഫോൺ കട്ട് ചെയ്തിട്ട് ഡ്രൈവറിനെ നോക്കി. രാമേട്ടാ, ജവഹർ നഗർ ഹൗസിംഗ് കോളനി. യെസ് സർ. വണ്ടി പാഞ്ഞുപോയി. കിഡ്സ് പാർക്കിന്റെ മുൻപിലുള്ള ബെഞ്ചിൽ ചെരിഞ്ഞുകിടക്കുന്ന ഡെഡ് ബോഡി.
അതിനടുത്ത് നിൽക്കുന്ന SI റോഷൻ മാത്യു. കുറച്ചകലെയായി ആളുകളെ അകറ്റി നിർത്താൻ പാടുപെടുന്ന 3 പോലീസുകാർ. പെട്ടെന്ന് ഒരു ബൊലേറോ വന്നു നിൽക്കുന്നു. അതിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി. റോഷൻ വേഗം ചെന്ന് സല്യൂട്ട് ചെയ്തു. ചുറ്റും നോക്കിയിട്ട് ഒന്നും തൃപ്തിപ്പെടാത്ത പോലെ അവർ ചോദിക്കുന്നു, ആരാടോ ഇതാദ്യം കണ്ടേ? ആ പത്രക്കാരനാണ് മാഡം. മൊഴിയെടുത്തോ? എടുത്തുകൊണ്ടിരിക്കുക മാഡം. അവർ രണ്ടുപേരും ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് നടക്കുന്നു. ആളെ ഐഡന്റിഫൈ ചെയ്തോ? പെട്ടെന്ന് വന്ന് നിൽക്കുന്ന ഇന്നോവയിൽ നിന്നും ഹേമന്ത് ഇറങ്ങി. അവർ രണ്ടുപേരും വന്ന് സല്യൂട്ട് ചെയ്തു. സർ, ഐ എം ദുർഗ കൃഷ്ണമൂർത്തി, CI. ആ, ഹലോ ദുർഗ, ഐ എം ഹേമന്ത്. തിരിഞ്ഞ് പുറകെ വരുന്ന റോഷനെ നോക്കി, അയാളാണെന്ന് ഉറപ്പാണോ? യെസ് സർ, ഇത് ബോഡിയിൽ നിന്ന് കിട്ടിയതാണ്. ഹേമന്ത് അത് വാങ്ങി തുറന്നു നോക്കി. അതൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. അതിൽ ആ പേര് വ്യക്തമായി കാണാമായിരുന്നു, ഹരീഷ് മേനോൻ. അത് പൊതിഞ്ഞ് ദുർഗയെ ഏൽപ്പിച്ചു. അവർ നടന്ന് ബോഡി കിടക്കുന്ന ബെഞ്ചിനടുത്തേക്ക് പോയി. ഹേമന്ത് കുന്തുകാലിൽ മേലിരുന്ന് അവിടെ ആകെ വീക്ഷിക്കുന്നു. റോഷന്റെ കയ്യിൽ നിന്നും ലാത്തി വാങ്ങി ബോഡിയുടെ കൈ ഉയർത്തി നോക്കി. മരവിച്ചിട്ടില്ല. എഴുന്നേറ്റ് റോഷന് ലാത്തി കൊടുത്തുകൊണ്ട്, ആ ലൈസൻസ് എവിടെന്നാ കിട്ടി? സർ, ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന്. ഓ, ഓക്കെ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞെങ്കിൽ ബോഡി ഓട്ടോപ്സിക്ക് അയക്കണം. പിന്നെ ഇയാളുടെ വീട്ടിൽ അറിയിക്കണം. എനിക്ക് കമ്മീഷണറായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. സോ വി വിൽ മീറ്റ് ആഫ്റ്റർ ദാറ്റ്. യെസ് സർ. രണ്ടുപേരും സല്യൂട്ട് ചെയ്യുന്നു. ഹേമന്ത് കാറിൽ കയറിപ്പോയി. സമയം രാവിലെ 10 മണി. വരാന്തയിലൂടെ നടന്നു വരുന്ന ഹേമന്ത് ഒരു മുറിയിലെ വാതിലിൽ മുട്ടുന്നു. അത് കമ്മീഷണറുടെ മുറിയാണ്. സർ, മേ ഐ? യെസ്, കമിൻ. ഹേമന്ത് മുറിക്കുള്ളിലേക്ക് കയറി. അകത്ത് വന്ന് സല്യൂട്ട് ചെയ്ത ഹേമന്തിനെ നോക്കി കമ്മീഷണർ പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഹേമന്ത് ഇരുന്നു. ക്രൈം സീനിൽ പോയില്ലേ? യെസ് സർ. ഓക്കെ. ഓട്ടോപ്സി ഡോക്ടർ ഹരികുമാർ തന്നെ ചെയ്യും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ ഹേമന്ത്, മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. പോരാത്തതിന് ഫിനാൻസ് മിനിസ്റ്ററിന്റെ അളിയനാ ഇയാള്. ബട്ട് സർ, ഞാൻ ഇന്നലെ ചാർജ് എടുത്തേ. കേസ് ഒന്ന് വായിച്ചു നോക്കാൻ പോലുള്ള എനിക്കറിയാം ഹേമന്ത്. മാൻ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ ചാർജ് എടുത്തതിന്റെ പിറ്റേന്ന് അയാളുടെ ബോഡി കിട്ടുക, ഇറ്റ്സ് സ്ട്രേഞ്ച്. ബട്ട് എന്ത് ചെയ്യാനാ? നൗ യു ഹാവ് ടു സോൾവ് ദിസ്. സോ യു ആർ അപ്പോയിന്റിംഗ് ആസ് ദ ഹെഡ് ഓഫ് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. നിങ്ങളുടെ ഓഫീസിൽ തന്നെ SIT ഓഫീസായി മാറ്റിക്കോളൂ. CI ദുർഗ ആൻഡ് SI റോഷൻ ഈസ് ഗോയിങ് ടു അസിസ്റ്റ് യു. മറ്റെല്ലാ ചുമതലകളിൽ നിന്നും യു ആർ റിലീവ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. കമ്മീഷണർ തനിക്ക് നേരെ നീട്ടിയ ഓർഡർ വാങ്ങി പോക്കറ്റിലിട്ട ശേഷം സല്യൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. പുറത്തിറങ്ങിയ സമയത്ത് ഫോൺ ബെല്ലടിച്ചു. നല്ല നേരത്താരേണു നീ വിളിച്ചേ? എന്തു പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്തു പറ്റാനാ? ആ വക്കീല് തട്ടിപ്പോയി. മാൻ മിസ്സിംഗ് കേസ് ഇപ്പോ മർഡർ കേസായി. ഈശ്വരാ, എന്നിട്ടെന്താ? ഇപ്പോൾ ആ കേസ് അന്വേഷിക്കാനുള്ള ചുമതലയും കിട്ടി. ഏത് നേരത്താണാവോ? ഓ, അപ്പോ ഇന്ന് ബിസിയാണെന്ന് സാരം. നീ പെണങ്ങല്ലേ പെണ്ണേ, ഞാൻ വിളിക്കാം. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. സമയം രാവിലെ 11:30. തന്റെ മുറി തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ഹേമന്തിനെയും കാത്ത് ദുർഗയും റോഷനും മുറിയിൽ നിന്നിരുന്നു. കണ്ടപാടെ അവർ സല്യൂട്ട് ചെയ്തു. ഹേമന്ത് അവരോട് ഇരിക്കാൻ പറഞ്ഞു. സോ ഫ്രം നൗ ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു വർക്ക് ആസ് എ ടീം. നിങ്ങൾക്ക് തോന്നുന്ന എന്തും റിഗാർഡിംഗ് ദിസ് കേസ് എന്നോട് ഷെയർ ചെയ്യാം. വാട്ട് അബൌട്ട് ഓട്ടോപ്സി? ഡോക്ടർ ഹരികുമാറാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓട്ടോപ്സി കഴിഞ്ഞ് ഡോക്ടർ ഫൈൻഡിങ്സ് ഷെയർ ചെയ്യും. റിപ്പോർട്ട്സ് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ കിട്ടും. റോഷനാണ് മറുപടി പറഞ്ഞത്. ഓക്കെ, ഐ വിൽ ടോക്ക് ടു ഹിം. ഇനി ഫോറൻസിക് ഫൈൻഡിങ്സ്? ലീഡിംഗ് എവിഡൻസ് ഒന്നുമില്ല. ഡീറ്റെയിൽ റിപ്പോർട്ട് വൈകിട്ടേ കിട്ടൂ. ദുർഗയാണത് പറഞ്ഞത്. ഓ, ഞാൻ പ്രതീക്ഷ പോലെ തന്നെ. ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കൂടെ തന്നെ അതും കളക്ട് ചെയ്യും. ദുർഗ തലയാട്ടി. സോ വാട്ട് ഡു യു തിങ്ക്? ബോഡി കിടന്ന സ്ഥലത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ മാറി രക്തം തളം കെട്ടി നിൽപ്പുണ്ട്. അവിടെ നിന്നും ബോഡി കിടക്കുന്നിടം വരെ ബ്ലഡ് സ്റ്റെയിൻസും ഉണ്ട്. സോ വണ്ടിയിൽ കൊണ്ടുവന്ന ശേഷം ആരെങ്കിലും മേ ബി 1-2 ആളെടുത്ത് കിടത്തിയതാവാം. യു ഹാഡ് എ ഗുഡ് പോയിന്റ് റോഷൻ. ദുർഗ റോഷനെ നോക്കിയ ശേഷം ഹേമന്തിനോട്, സർ, നമ്മളെവിടെ തുടങ്ങും? CCTV ഫുട്ടേജ്, കളക്ട് ഓൾ നെസസറി ഫുട്ടേജ്. സർ, ഇതുപോലത്തെ മറ്റെന്തെങ്കിലും കേസസ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ദുർഗ, ചെക്ക് ഇറ്റ്. റോഷൻ, എല്ലാ CCTV ഫുട്ടേജും കളക്ട് ചെയ്യണം. രണ്ടുപേരും തലയാട്ടി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ഹൗ, വൈ, ഹു. നമുക്ക് സമയം കളയാനില്ല. റോഷനും ദുർഗയും പുറത്തേക്ക് പോയി. 4 ദിവസം മുമ്പ് അപ്രത്യക്ഷനായ ഹരീഷ് മേനോൻ ഇന്ന് ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹേമന്ത് ലാൻഡ് ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, കണക്ട് ടു മീ ടു ഡോക്ടർ ഹരികുമാർ. ഡോക്ടർ ഹരികുമാറിന്റെ മുറിയിൽ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു ഹേമന്ത്. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് കീഴ്മേൽ മറിഞ്ഞ ഈ കേസിനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അയാൾ.
ഫോണിൽ വിളിച്ചപ്പോൾ നേരിട്ട് കാണാമെന്ന് ഡോക്ടറോട് പറഞ്ഞതും ഹേമന്തായിരുന്നു. 2 മണിക്ക് കാണാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹേമന്ത് തന്റെ വാച്ചിലേക്ക് നോക്കി. ഇല്ല, സമയം 1:50 ആയിട്ടുള്ളൂ. ഹേയ്, യു ആർ ബിഫോർ ടൈം. തന്റെ മുറിയിലേക്ക് കയറി വരികയായിരുന്നു ഡോക്ടർ ഹരികുമാർ. മുഖത്ത് വരുത്തിയ ഒരു ചിരിയുമായി ഹേമന്ത് എഴുന്നേറ്റ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. എന്താടോ, എന്തുപറ്റി? തന്റെ കയ്യിലുള്ള ഫയൽ മേശപ്പുറത്ത് വെക്കുന്നതിനിടെയാണ് ഡോക്ടർ അത് ചോദിച്ചത്. ഒന്നുമില്ല ഹരിയേട്ടാ, ഈ കേസിന്റെ എന്താ, രേണുവുമായി എന്തേലും? ഹേമന്തിനെ മുഴുവിപ്പിക്കാൻ വിടാതെ ഹരി ചോദിച്ചു. ഹേമന്ത് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ, ഇങ്ങനെ പോയാൽ ഉണ്ടാവും. 2 ആഴ്ച കൂടിയാ തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. എന്നിട്ട് ഇതേവരെ അവളെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. എന്തിന്, മര്യാദയ്ക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ സംഗതി വഷളാവും. ഹരി ചിരിച്ചുകൊണ്ടാണ് അത് കേട്ടിരുന്നത്. ഏയ്, അവള് പഠിച്ച കുട്ടിയല്ലേ, ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഹരിയുടെ വാക്കുകൾ ശരിയാണെന്ന് ഹേമന്തിന് തോന്നി. ഹരിക്ക് അത് അവന്റെ മുഖത്ത് നിന്ന് വായിക്കാമായിരുന്നു. ലീവ് ഇറ്റ് ഹരിയേട്ടാ. എന്തായി ഓട്ടോപ്സി? എനി ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ്സ്? മേശമേൽ തന്റെ കൈയുണ്ണി കുറച്ചുകൂടി അടുത്തേക്ക് വന്ന ശേഷമാണ് ഹേമന്ത് അത് ചോദിച്ചത്. നീ വരാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു സംഗതി ഇതാണ്. റിപ്പോർട്ട് ഞാൻ വൈകിട്ട് മെയിൽ ചെയ്യാം. ആ, അത് വൈകിട്ട് മതി. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ അതിനാണ് നീ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടതല്ലേ? അതുകൊണ്ടല്ല ഹരിയേട്ടാ, നിങ്ങളോടാവുമ്പോൾ എനിക്ക് എന്തും ഷെയർ ചെയ്യാലോ, അതുകൊണ്ടാ ഞാൻ. ഉവ്വ്. ഹരി പരിഹാസ രൂപേണ തലയാട്ടി. എന്നിട്ട് മേശപ്പുറത്തേക്ക് 2 കൈയും എടുത്തു വെച്ചുകൊണ്ട് ഹേമന്തിനോട് പറഞ്ഞു. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഹേമന്തിനെ നോക്കിക്കൊണ്ട് ഹരി തുടർന്നു. വെളുപ്പിന് ഏകദേശം 2:30-ക്കും 3:30-ക്കും ഇടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മുറിവുകളിലൂടെയുള്ള അമിത രക്തസ്രാവമാണ് മരണകാരണം. ബ്രൂട്ടാലിറ്റിയുടെ ഒരു എക്സ്ട്രീം വേർഷനിലാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഉള്ളംകാലം മുതൽ തലവരെ അവർ കീറിമുറിച്ചിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 4 ദിവസമെങ്കിലും അവർ ഈ ടോർച്ചർ തുടർന്നു പോന്നിരിക്കണം. ബിക്കോസ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദ വൗണ്ട്സ്. ദേഹത്തുള്ള എല്ലാ രോമവും ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ മുറിവുകളിലെ സാൾട്ട് കണ്ടന്റ്, അതും ടോർച്ചറിങ്ങിന്റെ ആക്കം കൂട്ടുന്നു. പിന്നെ ചില മുറിവുകളിൽ നിന്നും തുരമ്പിന്റെ അംശവും കിട്ടിയിട്ടുണ്ട്. കേട്ടതൊക്കെ വിശ്വസിക്കാനാകാതെ ഇരിക്കുകയായിരുന്നു ഹേമന്ത്. എന്നാ നീ ചെല്, ഞാൻ മെയിൽ ചെയ്യാം. പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്ന് ഓക്കെ ഹരിയേട്ടാ, ഞാൻ വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ എണീറ്റ് നടന്നു. വിളിക്കണമെന്നില്ല, ഞാൻ മെയിൽ ചെയ്തേക്കാം. ഹരി തമാശ രൂപേണയാണ് അത് പറഞ്ഞത്. മുറിയിൽ നിന്നിറങ്ങി കാറിൽ കയറുമ്പോഴും ഹേമന്തിന്റെ ചിന്ത മുഴുവൻ ഹരീഷ് മേനോനെ കുറിച്ചായിരുന്നു. ഓഫീസിലേക്ക് തിരിച്ചെത്തിയ ഹേമന്തിനെയും കാത്ത് റോഷൻ വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സല്യൂട്ട് ചെയ്ത ശേഷം അടുത്തു വന്ന റോഷൻ പറഞ്ഞു. ഫോറൻസിക് റിപ്പോർട്ട് വൈകിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ആ റോഷൻ, ഹരീഷ് മേനോന്റെ മിസ്സിംഗ് കേസ് ഫയൽ എടുത്തുകൊണ്ട് എന്റെ റൂമിലേക്ക് വാ. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ ദുർഗ. തന്റെ നടത്തം തുടർന്നുകൊണ്ടാണ് ഹേമന്ത് അത് പറഞ്ഞത്. റൂമിലെത്തി ഹേമന്ത് കസേരയിലിരുന്നു. മേശപ്പുറത്തിരുന്ന ഫയലും തുറന്ന് ക്രൈം സീനിന്റെ ഫോട്ടോസ് അവിടെ നിരത്തി. എന്നിട്ട് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി. ബോഡി കിടന്ന പൊസിഷൻ കാണിക്കുന്ന ഫോട്ടോ കയ്യിലെടുത്ത് സൂക്ഷ്മമായി ഒന്നുകൂടെ ഒന്ന് നോക്കി. താൻ എന്തോ മിസ് ചെയ്ത പോലെ ഹേമന്തിന് തോന്നി. അകത്തേക്ക് കയറി വന്ന് ദുർഗയും റോഷനും സല്യൂട്ട് ചെയ്തു. ടേക്ക് യുവർ സീറ്റ്. ആ ഫോട്ടോയിൽ നിന്നും കണ്ണെടുക്കാതെയാണ് ഹേമന്ത് അത് പറഞ്ഞത്. 2 പേരും മുന്നിലിട്ടിരുന്ന കസേരയിലിരുന്നു. സർ, ഡോക്ടർ ഹരികുമാറിനെ കണ്ടിട്ടെന്തായി? നത്തിങ് സ്പെഷ്യൽ. ദുർഗയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴും ഹേമന്തിന് ഒരു തൃപ്തിയില്ലാത്ത പോലെ തോന്നി. സർ, ഇതാണോ ഫയൽ? റോഷൻ ആ ഫയൽ ഹേമന്തിനെ ഏൽപ്പിക്കുന്നു. അയാൾ എവിടെ വെച്ചായിരുന്നു മിസ്സാവുന്നത്? അത് വാങ്ങി തുറന്നുകൊണ്ടാണ് ഹേമന്ത് അത് ചോദിച്ചത്. ജോസ് ജംഗ്ഷനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കാറ് കിട്ടുന്നത്. അവിടെയുള്ള യുവറാണി ബാറിലെ സ്ഥിരം കസ്റ്റമറാണ് വക്കീൽ. അവിടുന്ന് തിരിച്ച് തേവരയിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നിരിക്കണം. ദുർഗയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഹേമന്ത് ചോദിച്ചു. അപ്പോ അയാളുടെ ആക്സസറീസ് ഒക്കെ? ഡെഡ് ബോഡിയിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അത് സർ, വാലറ്റ് കാറിലുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ മിസ്സിംഗ് ആയിരുന്നു. റോഷനാണത് പറഞ്ഞത്. അപ്പോൾ മൊബൈൽ എവിടെയാണെന്ന് ട്രേസ് ഔട്ട് ചെയ്തില്ലേ? കുറച്ച് ദേഷ്യത്തിലായിരുന്നു ഹേമന്തിന്റെ സ്വരം. റോഷൻ ദുർഗയെ നോക്കി. അതിനുത്തരം പറഞ്ഞത് ദുർഗയായിരുന്നു. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത് പൈപ്പ് ലൈൻ സിഗ്നലിലാണ്. ശത്രുക്കളാരെങ്കിലും, പേഴ്സണൽ ഓർ പ്രൊഫഷണൽ? ആ വഴിയൊക്കെ അന്വേഷിച്ചതാണ്, ബട്ട് നോ ലീഡ്സ്. ദുർഗ തന്റെ ഉത്തരത്തിൽ വളരെ കോൺഫിഡന്റ് ആണെന്ന് തോന്നിയിരുന്നു ആ മുഖഭാവത്തിൽ നിന്നും. ഇൻട്രോഗേഷൻ നാളെ തുടങ്ങാം. ഒരു ഡീറ്റെയിൽസ് ലിസ്റ്റ് തയ്യാറാക്കിക്കോളൂ. ആരെയും വിട്ടുപോകരുത്. പിന്നെ അതിനു മുമ്പ് നമുക്ക് ആ സൈറ്റ് വരെ ഒന്ന് പോകണം. ഒന്നുകൂടി നമുക്ക് ആ സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. റോഷനും ദുർഗയെ സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് പോയി.
രാത്രിയിലേറെ വൈകിയാണ് ഹേമന്ത് ക്വാർട്ടേഴ്സിലെത്തിയത്. കാറ് പാർക്ക് ചെയ്ത് റൂമിലേക്ക് കയറി ഫോൺ മേശപ്പുറത്ത് വെച്ചു. ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷപ്പായി കട്ടിലിൽ വന്നിരുന്നു. മേശമേൽ കിടന്ന മൊബൈൽ എടുത്ത് ലോക്ക് തുറന്നപ്പോൾ 36 മിസ്ഡ് കോൾ. അപ്പോഴാണ് അവൻ ഓർത്തത്, കമ്മീഷണറുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞ് ഫോൺ സൈലന്റിൽ നിന്നും മാറ്റിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ സൈലന്റ് മോഡ് മാറ്റി. 35 മിസ്ഡ് കോളുകളും രേണുവിൻ്റേതായിരുന്നു. ഒരെണ്ണം ഏതോ ഒരറിയാത്ത നമ്പറാണ്. അതാരായിരിക്കുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. അതേ നമ്പർ തന്നെയായിരുന്നു. ഹലോ, ACP ഹേമന്ത് ചന്ദ്രശേഖർ. അപ്പുറത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം. സർ, ഞാൻ സന്ധ്യ, റിപ്പോർട്ടർ മാതൃവാണി. യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? തന്റെ ശബ്ദം കടുത്തത് ഹേമന്ത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് മേനോൻ മർഡർ കേസ് അന്വേഷിക്കുന്നത് സാറാണല്ലോ. എനിക്ക് സാറിന് ഒരു അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു. നാളെ എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂ. മറ്റന്നാൾ പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹേമന്തിന്റെ സ്വരം കടുത്തത് സന്ധ്യയ്ക്ക് മനസ്സിലായി. സോറി സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഒരുപാട് സമയമെടുക്കില്ല, പ്ലീസ്. ഓക്കെ, മീറ്റ് മീ ഇൻ മൈ ഓഫീസ് അറ്റ് 10 AM. അധികമൊന്നുമില്ല, ഓൺലി 15 മിനിറ്റ്സ്. ഹേമന്തിന് എന്തോ നിരസിക്കാൻ തോന്നിയില്ല. താങ്ക് യു സർ ആൻഡ് ഗുഡ് നൈറ്റ്. ഹേമന്ത് ഒന്നും പറയാതെ തന്നെ ഫോൺ കട്ട് ചെയ്തു. സമയം നോക്കി 11:30 ആകുന്നു. രേണു ഉറങ്ങിക്കാണൂ. എന്തായാലും വിളിക്കാമെന്ന് തീരുമാനിച്ച് ഡയൽ ചെയ്തു. അതൊരു വീഡിയോ കോൾ ആയിരുന്നു. എന്താ രേണു, പിണക്കാണോ? ഏയ്, പിണങ്ങാനൊക്കെ നമ്മളാരാ? രേണുവിന്റെ മുഖത്തുള്ള പിണക്കം ഹേമന്തിന് വ്യക്തമായി കാണാമായിരുന്നു. അത് പിന്നെ രേണു, എന്താ സംഭവിച്ചതെന്ന്? രേണു ഇടയ്ക്ക് കയറി. അത് പിന്നെ രേണു കമ്മീഷണറെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഫോണിന്റെ സൈലന്റ് മോഡ് മാറ്റാൻ മറന്നുപോയി എന്നല്ലേ? ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അവന്റെ ശൈലിയിലാണ് അവൾ പറഞ്ഞത്. അവൾ മുഖം തിരിച്ചു. ദൈവമേ, ഈ മനസ്സ് വായിക്കാനുള്ള നിന്റെ കഴിവ് നോക്കണേ. ഹേമന്ത് അത്ഭുതപ്പെട്ടതായി രേണുവിന് കാണാമായിരുന്നു. മനസ്സ് വായിച്ചോന്നല്ല, ഈ നുണ എന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവളുടെ പിണക്കം കണ്ട് ഹേമന്തിന് ചിരി വന്നു. നുണയലട, സത്യാണ്. അതാ സംഭവിച്ചത്. രേണു ചിരിച്ചുകൊണ്ട്, ആ അത് പോട്ടെ, എപ്പോഴാ എത്തിയേ? എന്തേലും കഴിച്ചോ? ഹേമന്ത് കട്ടിലിൻ മേലേക്ക് ചാഞ്ഞു കിടന്നു. ദേ ഇപ്പോ വന്നേറേയുള്ളൂ. ഉവ്, 2 ഉണക്ക ചപ്പാത്തി കഴിച്ചു. രേണു കട്ടിലിൽ ചമ്രം പടിഞ്ഞിരുന്നു. ശരീരം നോക്കാതെ ഇങ്ങനെ നടന്നോ. ഞാൻ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എൻ്റെ പൊന്നേ. രണ്ടുപേരും ചിരിച്ചു. അതൊക്കെ പോട്ടെ, ഹൗ വാസ് യുവർ ഡേ? ശരിക്കും വാളിന് തീപിടിച്ച അവസ്ഥ. ഓട്ടം തന്നെ ഓട്ടം. ഞാൻ ആദ്യം മുതൽ പറയാം. രേണു ഇടയിൽ കയറിയിട്ട്, എനിക്ക് കേൾക്കണ്ട ഈ കേസ് അന്വേഷണം പോസ്റ്റ്മോർട്ടം ഒന്നും. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ലെങ്കിൽ തന്നെ വർക്ക് പ്രഷർ കാരണം തല ചൂടായിട്ടാ ഞാനിരിക്കണേ. ആ നേരത്താ നീ കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ. എനിക്ക് പറയാൻ നീയല്ലേ ഉള്ളൂ. അടങ്ങിയിരുന്ന് കേൾക്കുവേണേ. എന്തേലും തോന്നിയാ പറയണോട്ടോ. രേണു കട്ടിലേക്ക് കിടന്നു. ഹേമന്ത് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഹേമന്ത് ഓഫീസിലെത്തുമ്പോഴേക്കും സമയം 8:30 ആയിരുന്നു. ഇന്നലെ വൈകിട്ട് വരേണ്ട ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ കിട്ടാത്തതിൽ അക്ഷമനായിരുന്നു ഹേമന്ത്. മുറിയിലെത്തിയുടനെ തന്റെ മേശയിലിരുന്ന ഡീറ്റെയിൽഡ് ഓട്ടോപ്സി റിപ്പോർട്ട് തുറന്നു വായിച്ചുകൊണ്ടിരുന്നു. ദുർഗ അകത്തേക്ക് കയറി വന്ന് സല്യൂട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ് ദുർഗ. വെർ ഇസ് റോഷൻ? ഫോറൻസിക് റിപ്പോർട്ട് വാങ്ങാൻ പോയതാണ്. ദുർഗ അത് പറഞ്ഞുകൊണ്ടാണ് കസേരയിലേക്ക് ഇരുന്നത്. സർ, വീഡിയോ ഫുട്ടേജ് റെഡിയാണ്. ഷാൽ വി? ദുർഗ അത് പറഞ്ഞതും ഹേമന്ത് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. നോ ദുർഗ, യു ക്യാരി ഓൺ. ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞാൽ മതി. ഞാനത് ഒരു തവണ ചെക്ക് ചെയ്താണ്. ദുർഗ പറഞ്ഞത് കേട്ട് ഹേമന്ത് ആ ഫയൽ എടുത്ത് മാറ്റിവെച്ചിട്ട് പറഞ്ഞു. ദെൻ ഗോ എഹെഡ്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? ദുർഗ തുടർന്നു. സർ, വീഡിയോ ഫുട്ടേജിൽ അൺയൂഷ്വൽ ആയിട്ടൊന്നുമില്ല. ബട്ട് 2 AM to 4 AM ഒന്നും തന്നെ റെക്കോർഡായിട്ടില്ല. 1:50 AM സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഓഫാകുന്നുണ്ട്. 4:15 AM കഴിഞ്ഞിട്ടാണ് ലൈറ്റ്സ് എല്ലാം ഓണായത്. ദാറ്റ് മീൻസ് ആരോ പർപ്പസ്ഫുള്ളി ഓഫ് ചെയ്തതുപോലെ. എന്തോ ആലോചിച്ചിട്ട് ഹേമന്ത് പറഞ്ഞു. ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് മരണം സംഭവിക്കുന്നത് 2:30-നും 3:30-നും ഉള്ളിലാണ്. ഈ സമയത്ത് മുറിക്കുള്ളിലേക്ക് റോഷൻ കയറി വന്നു. സല്യൂട്ട് ചെയ്ത ശേഷം റിപ്പോർട്ട് ഹേമന്തിന് കൈമാറി. ഹേമന്ത് അത് വാങ്ങി തുറന്നു നോക്കിക്കൊണ്ട്, എന്തെങ്കിലും ലീഡ്സ്? ആബ്സല്യൂട്ട്ലി നത്തിങ് സർ. നോ ഫിംഗർ പ്രിന്റ്സ്, നോ DNA സാമ്പിൾസ്. ബ്ലഡ് സാമ്പിൾസ് അടക്കം ആ സൈറ്റിൽ ഉണ്ടായിരുന്നതെല്ലാം ആ വക്കീലിന്റെ തന്നെയാണ്. റോഷൻ അത് പറഞ്ഞു നിർത്തിയത് ഒരു അമർഷത്തോടെയായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യേണ്ടവരുടെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് തയ്യാറാക്കൂ. ബി റെഡി വിത്ത് ഇറ്റ് ഷാർപ്പ് 10:15 AM. സർ, രണ്ടുപേരും ഒരുമിച്ചാണത് പറഞ്ഞത്. അവർ രണ്ടുപേരും മുറിവിട്ട് പുറത്തു പോയിട്ടും ഹേമന്ത് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. ഒരു വിസിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഒരു സിവിൽ പോലീസുകാരനാണ് ഹേമന്തിന്റെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വരാൻ പറയൂ എന്ന ഹേമന്തിന്റെ ഉത്തരം കേട്ട് പോലീസുകാരൻ പോയിക്കഴിഞ്ഞ്
ആ വാതിലിൽ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. കൂടെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് തോന്നിക്കുന്ന നല്ല പൊക്കമുള്ള അതിനൊത്ത ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരനും. വന്നയുടനെ രണ്ടുപേരും വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സർ. ഹേമന്ത് തിരിച്ചും വിഷ് ചെയ്തു. ആ, ഗുഡ് മോർണിംഗ്. ഹേമന്തിന്റെ നോട്ടത്തിൽ നിന്നും തന്നെ മനസ്സിലായില്ലെന്ന് തോന്നിയ അവൾ സ്വയം പരിചയപ്പെടുത്തി. ഐ ആം സന്ധ്യ, റിപ്പോർട്ടർ. ഇത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഡേവിഡ്. ഓ യെസ് യെസ്, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഇരിക്കൂ. ഹേമന്ത് ഇപ്പോൾ ഓർത്ത പോലെയാണ് സംസാരിച്ചത്. കൂടെയുള്ള ഫോട്ടോഗ്രാഫർ തന്റെ കണ്ണിൽ നോക്കാത്ത കാര്യം ഹേമന്ത് വളരെ വേഗം ശ്രദ്ധിച്ചു. അത് സന്ധ്യ ശ്രദ്ധിക്കാതിരിക്കാൻ ഹേമന്ത് ചോദിച്ചു. എത്ര കാലമായി മാതൃവാണിയിൽ? 6 വർഷം. ആ, എന്നാ പിന്നെ തുടങ്ങിയാലോ? ഓ യെസ്. ഹേമന്ത് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. സന്ധ്യ തിരിഞ്ഞ് ഡേവിഡിനോട് ചോദിച്ചു. റെഡിയല്ലേ? തുടങ്ങാമെന്ന രീതിയിൽ അവൻ തലയാട്ടി. ബോഡി കിട്ടിയ ദിവസം സീനിൽ ഒറ്റ റിപ്പോർട്ടർമാരെയും പ്രവേശിപ്പിച്ചില്ല. പത്രക്കാരോടുള്ള പോലീസിന്റെ സമീപനം തെറ്റായ ഒന്നല്ലേ? ഹേമന്തിനെ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് സന്ധ്യ അത് ചോദിച്ചത്. നോക്കൂ സന്ധ്യ, ഞങ്ങളുടെ ജോലിക്ക് തടസ്സമായി വരാതിരിക്കാനാണ് അവിടെ എല്ലാവരെയും തടഞ്ഞത്. പിന്നെ സീനിലേക്ക് എല്ലാവരെയും കയറ്റിവിട്ടാൽ ഉള്ള എവിഡൻസ് കൂടെ നഷ്ടപ്പെടും. പിന്നെ പ്രതിയെ പിടിക്കാൻ വൈകിയാൽ പോലീസിന്റെ കഴിവുകേടുമായി. ഹേമന്തിന്റെ മുഖത്ത് ഒരു പുച്ഛഭാവം സന്ധ്യ വായിച്ചു. ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നോ? ഉവ്, അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരുന്നു. പിന്നെ ഡ്രസ് കളർ, ഫിഗർ ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഹേമന്തിന്റെ ഉത്തരം വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഡേവിഡ് മാറി മാറി നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു നോട്ട് പാഡിൽ താൻ പറയുന്നതൊക്കെ സന്ധ്യ എഴുതിയെടുക്കുന്നത് ഹേമന്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രതികളിലേക്ക് എന്തെങ്കിലും ലീഡ്സ് ഓർ സംതിങ്? സന്ധ്യയുടെ ആ ചോദ്യം ചിരിയോടെയാണ് ഹേമന്ത് വരവേറ്റത്. ഇറ്റ്സ് ടു ഏർലി ടു സേ സംതിങ് അബൌട്ട് ദാറ്റ്. ഹേമന്ത് അലക്ഷ്യമായാണത് പറഞ്ഞത്. സന്ധ്യ ഡേവിഡിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, നീ ഫോട്ടോസ് എടുക്കുന്നുണ്ടോ? ഉണ്ടെന്ന് അവൻ തലയാട്ടി. സർ, പിന്നെ ഹേമന്തിനെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കൈകൊണ്ട് മതിയെന്ന് ആംഗ്യം കാണിച്ചു ഹേമന്ത്. ബാക്കിയൊക്കെ നാളെ പ്രസ് മീറ്റിംഗിൽ. ഇപ്പോൾ ഇത് മതി. സന്ധ്യ കസരയിൽ നിന്നും എണീറ്റുകൊണ്ട്, സർ, 2-3 ചോദ്യം കൂടെ പ്ലീസ്. നിങ്ങൾ പോണം, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. മുഖത്ത് നോക്കാതെയാണ് ഹേമന്ത് മറുപടി പറഞ്ഞത്. അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നോക്കിക്കൊണ്ട് കണ്ണട കയറ്റി വെച്ച് തന്നെ നോക്കി നടന്നു പോകുന്ന ഡേവിഡിനെ ഹേമന്ത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. ഓർഡർ ചെയ്ത ഭക്ഷണം കാത്ത് സ്വന്തം ടേബിളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഹേമന്തും രേണുവും. രേണു എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഹേമന്തിന്റെ മനസ്സ് മുഴുവൻ ആ കേസിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അന്വേഷണം തുടങ്ങിയെടുത്ത് തന്നെ നിന്ന് വട്ടം ചുറ്റുന്നു. തന്റെ പോലീസ് ജീവിതത്തിൽ ഇത്തരത്തിലൊരു അനുഭവം ഇതാദ്യമായിട്ടായിരുന്നു. ഹേമന്ത്! ദേഷ്യത്തോടെയുള്ള രേണുവിന്റെ വിളിയാണ് അവനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. എന്താ രേണു? ഹേമന്ത് ചോദിച്ചത് പതിഞ്ഞ സ്വരത്തിലായിരുന്നു. രേണു തന്റെ എല്ലാ ദേഷ്യവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിച്ചു. വല്ലപ്പോഴാണ് ഇങ്ങനെ പുറത്തു പോകാനൊക്കെ അവസരം കിട്ടുന്നേ. അല്ലാത്തപ്പം മുഴുവൻ സമയവും കേസിന്റെ പിന്നാലെയാ. എന്റെ കൂടെ വരുമ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഫ്രീ ആയിട്ടിരുന്നൂടെ ഹേമന്തിന്? തന്റെ സങ്കടം ഉള്ളിലൊതുക്കാൻ പാടുപെടുകയായിരുന്നു രേണു. സിനിമക്ക് കയറിയിട്ട് ഇറങ്ങുന്നത് വരെയും ഇങ്ങനെ തന്നെയായിരുന്നു. എന്തിനാ ഹേമന്ത് ഇങ്ങനെയൊക്കെ എന്നോട്? ഉള്ളിലൊതുക്കിയ സങ്കടം മണപൊട്ടി പുറത്തേക്ക് ഒഴുകിയ കാരണം രേണുവിന് വാക്കുകൾ മുഴുവിപ്പിക്കാനായില്ല. സോറി രേണു, ഞാൻ അറിഞ്ഞോണ്ടല്ല. എന്റെ പ്രവൃത്തികൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. ഇനിയുണ്ടാവില്ല. നീ കണ്ണോടയ്ക്ക്, ആരേലും കണ്ടാ? ഹേമന്ത് ചുറ്റും നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്. രേണു കണ്ണു തുടച്ചു. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. തന്റെ ചിന്തകൾ മാറിപ്പോകാതിരിക്കാൻ ഹേമന്ത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഭക്ഷണം കഴിഞ്ഞ് അവർ കാർ പാർക്കിങ്ങിലേക്ക് നടന്നു. രേണു ഹേമന്തിന്റെ വലത് കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഹേമന്തിന് വിഷമമായോ? തന്നെ സംശയത്തോടെ നോക്കുന്ന രേണുവിനോട് ഹേമന്ത് പതിയെ പറഞ്ഞു. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അവർ കാറിൽ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് രേണു പറഞ്ഞു. ആരോടെങ്കിലും പറഞ്ഞ ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ ഞാൻ കേൾക്കാം. ഹേമന്ത് അവളെ നോക്കി. എന്നിട്ട് വീണ്ടും എന്നോട് വഴക്കിടാനാണോ? ഹേമന്തിന്റെ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കളിക്കല്ലേ ഹേമന്ത്, കാര്യം പറ. ഇൻട്രോഗേഷൻ എന്തായി? ഹേമന്ത് രേണുവിനെ നോക്കി പറഞ്ഞു. ആ ലിസ്റ്റ് പ്രകാരം എല്ലാവരെയും ചോദ്യം ചെയ്തു. ആ പത്രക്കാരൻ, പിന്നെ വക്കീലിന്റെ വീട്ടുകാർ, കിഡ്സ് പാർക്കിങ്ങിന്റെ ഓണർ, സ്റ്റാഫ്, പിന്നെ റിട്ടയർഡ് ഡിവൈഎസ്പി അലി സർ. റിട്ടയർഡ് ഡിവൈഎസ്പിയോ? സംശയത്തോടെ നോക്കിയ രേണുവിനോടായി ഹേമന്ത് തുടർന്നു. യെസ്, അദ്ദേഹമാണ് പോലീസിൽ ഇൻഫോം ചെയ്തത്. പക്ഷേ നോ ലീഡ്സ്. അപ്പോ കോളനി വാച്ച്മാൻ അയാളെ വിട്ടുപോയോ? ഹേമന്ത് രേണുവിനെ ഒന്ന് നോക്കി. ഇല്ല, ആ കോളനിയിൽ അങ്ങനെ ഒരാളില്ല. അത്രയും വലിയൊരു ഹൗസിംഗ് കോളനി ആയിട്ടുകൂടി ഇറ്റ്സ് ടോട്ടലി സ്ട്രേഞ്ച്. അതെ. അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഉറങ്ങി. അപ്പോൾ പിന്നെ എന്താ ചെയ്തേ? പിന്നെ അയാളുടെ ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് എടുത്തു.
എന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്തി. ബട്ട് നോ യൂസ്. അവർ തിരിച്ച് രേണുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു. എന്തേലും ഒരു വഴിയുണ്ടാവും, നിരാശപ്പെടാതെ, രേണു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കെന്തോ മിസ്സായ പോലൊരു തോന്നൽ. എന്താണെന്നറിയില്ല. ഹേമന്ത് അവളെ നോക്കി. നമുക്ക് കണ്ടുപിടിക്കാന്നേ. രേണു ഹേമന്തിന്റെ തോളത്ത് തട്ടിക്കൊണ്ടാണെന്ന് പറഞ്ഞത്. രണ്ടുപേരും ചിരിച്ചു. വണ്ടി അപ്പോഴേക്കും പൈപ്പ് ലൈൻ സിഗ്നലിൽ എത്തിയിരുന്നു. റെഡ് സിഗ്നൽ ആയതുകൊണ്ട് വണ്ടി നിർത്തി. കാക്കനാടേക്ക് തിരിയാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി ഹേമന്ത് ഒതുക്കിയാണ് നിർത്തിയത്. പെട്ടെന്ന് രേണുവിന്റെ സൈഡ് ഗ്ലാസിൽ ഒരു മുട്ടല് കേട്ടു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. തൊട്ടപ്പുറത്തെ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു അത്. ഹേമന്ത് ഗ്ലാസ് താഴ്ത്തി. വളരെ വിനയത്തോടെ അയാൾ പറഞ്ഞു, മാഡം, ചുരിദാറിന്റെ ഷോള് പുറത്തു കിടക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ് അയാൾ തന്റെ ഗ്ലാസ് ഉയർത്തി. ഡോറ് തുറന്ന രേണു ഷോൾ അകത്തേക്ക് എടുത്തു വെച്ചു. നന്ദി എന്ന മട്ടിൽ ഹേമന്ത് കൈവീശി കാണിച്ചു. അയാളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. സിഗ്നൽ ഓണായി. അവരുടെ അടുത്തുകൂടെ ആ വണ്ടി കടന്നുപോയി. അതൊരു വാനായിരുന്നു. അവർ കാക്കനാട്ടേക്ക് വളഞ്ഞപ്പോഴേക്കും ആ വാൻ നേരെ പോയിരുന്നു. സിഗ്നൽ കഴിഞ്ഞതും ആ വാന്റെ ഡ്രൈവർ തൊട്ടടുത്ത സീറ്റിൽ നിന്നും എടുത്തൊരു മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് അയാൾ തിരിഞ്ഞ് പുറകിലെ സീറ്റിലേക്ക് നോക്കി. പുറകിലൊരു മധ്യവയസ്കൻ ബോധരഹിതനായി കമിഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൻ വണ്ടി കുറച്ചുകൂടി വേഗത്തിൽ ഓടിച്ചുപോയി. അത് ആ വക്കീലിന്റെ ബോഡി ഉപേക്ഷിക്കാൻ കൊണ്ടുവന്ന അതേ വാനായിരുന്നു. സാധാരണയായി തമ്മിൽ കാണാറുള്ള അതേ കോഫി ഷോപ്പിൽ ഹേമന്തിനെയും കാത്തിരിക്കുകയായിരുന്നു രേണു. എന്നാലും എന്തിനായിരിക്കും ഇപ്പോൾ അത്യാവശ്യമായി കാണണമെന്ന് ഹേമന്ത് പറഞ്ഞത്? എന്തായാലും 4 ദിവസം മുമ്പുള്ള രാത്രിയിലെ ഔട്ടിങ്ങിന് ശേഷം തന്റെ മുന്നിൽ ഹേമന്ത് കേസിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് മിണ്ടാതെ ഇരുന്നിട്ടില്ല. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഇല്ലെങ്കിൽ ഈ കേസിന്റെ കാര്യവും പറഞ്ഞ് എന്റെ മൂഡ് കൂടി നശിപ്പിച്ചേനെ. രേണു തനിച്ചിരുന്ന് എന്തെല്ലാമോ ആലോചിച്ചുകൊണ്ടിരുന്നു. ഹേമന്ത് കസേരയിൽ വന്നിരുന്നത് അവൾ അറിഞ്ഞതേയില്ല. രേണു. മേശപ്പുറത്ത് തട്ടിക്കൊണ്ട് കുറച്ച് ഉറക്കിയുള്ള ഹേമന്തിന്റെ വിളി കേട്ട് ഞെട്ടിയാണ് രേണു തന്റെ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ഇതെപ്പോ വന്നു? ഞാൻ കണ്ടില്ലല്ലോ എന്ന രേണുവിന്റെ മറുപടി ചിരിച്ചുകൊണ്ടാണ് ഹേമന്ത് കേട്ടത്. കുറച്ചു നേരമായി ഞാനിവിടെ ഇരുന്ന് നിന്നെ വിളിക്കുന്നു. എങ്ങനെ കേൾക്കാനാ? നീ ഈ ലോകത്തൊന്നല്ലല്ലോ. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരുന്നു പോയി. ആരെക്കുറിച്ചാ? ഞാൻ ആരെക്കുറിച്ച് ഓർക്കാനാ? ഹേമന്തിനെ കുറിച്ചല്ലാതെ. എനിക്ക് വേറെ ആരാ ഉള്ളേ? അവള് കുറച്ച് സെന്റിമെന്റലായി എന്ന് തോന്നി ഹേമന്തിന്. ആ കളയടോ. ഞാൻ ചുമ്മാ തമാശയ്ക്ക് ലീവ് ഇറ്റ്. ഓരോ കോഫി പറഞ്ഞാലോ? അതൊക്കെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വരും. അവള് പറഞ്ഞു തീരുമ്പോഴേക്കും കോഫി എത്തിയിരുന്നു. അത് പതിയെ കുടിച്ചുകൊണ്ടാണ് രേണു ചോദിച്ചത്. എന്തു പറ്റി? എന്തിനാ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞേ? 2 ദിവസം എവിടെയായിരുന്നു? ഞാനൊന്ന് വീട് വരെ പോയി. അമ്മയ്ക്കൊരു ഹാർട്ട് പ്രോബ്ലം. മൈനറായിരുന്നു. കോഫി ഒന്ന് സിപ്പ് ചെയ്ത ശേഷം ഹേമന്ത് തുടർന്നു. തിരിച്ചിറങ്ങാൻ നേരം അമ്മ അച്ഛനോട് പറഞ്ഞു, ഇനി ഈ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലാന്ന്. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? കുറച്ച് ആകാംക്ഷയോടെയാണ് രേണു ചോദിച്ചത്. ഒന്നടുത്തേക്കിരുന്ന ശേഷം ഹേമന്ത് പറഞ്ഞു, ഒന്നാലോചിക്കാതെ അച്ഛൻ പറഞ്ഞു, എല്ലാം നിന്റെ ഇഷ്ടം പോലെന്ന്. ഇതിനെക്കുറിച്ച് എപ്പോ പറഞ്ഞാലും ഒന്നും മിണ്ടാതെ നിൽക്കണ ആളാ അച്ഛൻ. അപ്പം മുതൽ നിന്നെ കാണാനൊരു തോന്നൽ. അതാ ഞാൻ വരാൻ പറഞ്ഞേ. രേണുവിന്റെ മുഖം വിടർന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആ മുഖം വാടിയത് കണ്ട് ഹേമന്ത് ചോദിച്ചു, എന്തു പറ്റി രേണു? എന്താ പെട്ടെന്നൊരു... ഹേയ്, വേഗം നടക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ 1 വർഷം കഴിഞ്ഞ് മതി ഹേമന്ത്. അതെന്താ രേണു? 1 ഇയർ ഗ്യാപ്പൊക്കെ? കുറച്ച് ഓർണമെന്റ്സ് വാങ്ങണം. ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കണം. ഇതിനൊക്കെയുള്ള ക്യാഷ് ഒപ്പിക്കണ്ടേ? എനിക്ക് വേണ്ടി ഓടാൻ ഞാനല്ലാതെ വേറെ ആരാ? അതാ. പക്ഷേ രേണു... ഹേമന്ത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും രേണു തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ് ഹേമന്ത്, എതിർത്തൊന്നും പറയരുത്. അതെന്റെ ഒരു ആഗ്രഹം കൂടിയാ. ഒരു നെടുവീർപ്പോടെ ഹേമന്ത് പറഞ്ഞു. ഓക്കെ, എഗ്രീഡ്. ഇനി ഞാനായിട്ട് ഇതിലൊന്നും നിൽക്കുന്നില്ല. നിന്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. രേണു ഒന്ന് പുഞ്ചിരിച്ചു. തൊട്ടടുത്ത കസേരയിൽ നിന്നും ഒരു കവറെടുത്ത് രേണുവിന് നേരെ നീട്ടിക്കൊണ്ട് ഹേമന്ത് പറഞ്ഞു, ഈ സന്തോഷത്തിൽ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇഷ്ടപ്പെട്ടൊന്നും നോക്ക്. അവൾ ആ കവർ വാങ്ങി കുറച്ചു നേരം അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് തുറന്നു നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ഹേമന്ത് എന്ത് വാങ്ങി തന്നാലും ഇഷ്ടപ്പെടും. എന്റെ ഈ ജീവിതത്തിൽ അധികമാരും ഉണ്ടായിട്ടില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാൻ. കണ്ണിൽ നിന്നും ഇറ്റ് വീണ കണ്ണീർ തുള്ളി തുടച്ചു കളയുന്നത് ഹേമന്ത് കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ആ, കമോൺ രേണു, ചിയർ അപ്പ്. നമുക്കെന്ന് ഇറങ്ങിയാലോ? എന്നാ ശരി, നമുക്കിറങ്ങിയേക്കാം. ഇന്ന് ബില്ല് ഞാൻ കൊടുക്കാം. അവൻ എന്തെങ്കിലും പറയും മുമ്പേ ആ കവർ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് രേണു കൗണ്ടർ ലക്ഷ്യമാക്കി നടന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. പെട്ടെന്ന് ഹേമന്തിന്റെ ഫോൺ ബെല്ലടിച്ചു. ദുർഗയായിരുന്നു അത്. യെസ്, ദുർഗ, പറയൂ. അല്ല, ഓഫീസിലല്ല, പുറത്താണ്. പറയൂ, എന്താ കാര്യം? ദുർഗ പറയുന്ന കാര്യങ്ങൾ ഹേമന്തിന് വിശ്വസിക്കാനായില്ല. വാട്ട്?
ഗെറ്റ് മീ ദ ഡീറ്റെയിൽസ്. ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് വന്ന് ആ കവർ തിരിച്ച് രേണുവിനെ ഏൽപ്പിച്ചു. രേണു, നീ ഓഫീസിലേക്ക് പോക്കോ, എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്. നീ ഒരു ഓട്ടോ എടുത്തോ. കാറിലേക്ക് കയറുന്നതിനിടെ അവൻ പറഞ്ഞു. എന്താ, എന്തു പറ്റി എന്നവളുടെ ചോദ്യത്തിന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് മറുപടി പറഞ്ഞത്. സംതിങ് ഡ്രാസ്റ്റിക് ഹാഡ് ഹാപ്പൻഡ്. തന്റെ ഓഫീസ് മുറിയിലേക്ക് കടന്നു വന്ന ഹേമന്തിനെ ദുർഗ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. യെസ് ദുർഗ, സ്പീക്ക് ഔട്ട്. എന്താ, എവിടെയാണ്? ഹേമന്ത് കസേരയിലേക്ക് ഇരിക്കുന്നതിനിടെയാണ് ചോദിച്ചത്. ദുർഗയും ഇരുന്നു. എന്നിട്ട് ഹേമന്തിനെ നോക്കി പറഞ്ഞു. ഞാനും CI രാജൻ മാത്യുവും ഇൻസ്പെക്ടർ ജോയും കൂടെ നമ്മുടെ ക്ലബിൽ ഇരുന്ന് ചർച്ചയിലായിരുന്നു. ഇത്തവണ അസോസിയേഷന്റെ കണക്ക് ക്ലോസിംഗ്. അപ്പോഴാണ് രാജനൊരു കോൾ വന്നത്. വിളിച്ചു തന്നില്ലായിരുന്നു സൗത്ത് SI. എന്തോ മർഡറിന്റെ കാര്യമാണ് സംസാരിച്ചത്. കുറച്ചു കഴിഞ്ഞ് രാജന് വന്ന ഫോട്ടോസ് എന്നെ കാണിച്ചു. ഐ വാസ് ഷോക്ക്ഡ്. ബോഡിയുടെ പൊസിഷൻ എക്സാക്ട്ലി നമ്മുടെ വക്കീലിന്റെ പോലെ. ആൻഡ് ഓൾസോ ദ ഹെയർസ് വെയർ റിമൂവ്ഡ്. അതാണ് എനിക്ക് സംശയം ഉണ്ടാക്കിയത്. സോ ഐ ജസ്റ്റ് കോൾ യു സർ. ഓട്ടോപ്സി റിപ്പോർട്ട്? എന്തോ ആലോചിച്ചുകൊണ്ടാണ് ഹേമന്ത് അത് ചോദിച്ചത്. ഇല്ല സർ, നടക്കുന്നതേ ഉണ്ടാവൂ. ഡോക്ടർ ഹരികുമാറാണ് അറ്റൻഡ് ചെയ്യുന്നേ, ദുർഗ പറഞ്ഞു. എവിടെയാ ബോഡി കിടന്നേ? ആരാ കണ്ടേ? സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള വില്ലയുടെ അടുത്താണ്. അവിടെ ജോഗിങ്ങിന് മറ്റുപയോഗിക്കുന്ന ഒരു ഗാർഡൻ, ഒരു പ്ലേസിന്റെ പുറത്തായിട്ടാണ്. അവിടെ ജോഗിങ്ങിന് വന്ന ആരോ ആണ് റിപ്പോർട്ട് ചെയ്തത്. മുറിക്കകത്തേക്ക് കടന്നു വന്ന റോഷന്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. അത് ഹേമന്തിന് കൈമാറിയിട്ട് റോഷൻ പറഞ്ഞു. സർ, FIRന്റെ കോപ്പിയാണ്. ബോഡി ഐഡന്റിഫൈ ചെയ്തു. അത് റിട്ടയർഡ് IG അലിസാറാണ്. എങ്ങനെയത് മനസ്സിലായേ? ഹേമന്ത് സംശയരൂപേണ ചോദിച്ചതിന് മറുപടി പറഞ്ഞത് റോഷൻ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന്. രണ്ടുപേരും റോഷനെ നോക്കി. അവൻ തുടർന്നു. വക്കീലിന്റെ കേസുമായി മറ്റൊരു സാമ്യം കൂടി. കമ്മീഷണറുടെ മുറിയിലേക്ക് കയറി വന്നതാണ് ഹേമന്ത്. 3 മണിക്ക് തന്നെ വന്ന് കാണണമെന്ന സ്ട്രിക്റ്റ് ഓർഡർ കിട്ടിയതുകൊണ്ട് കൂടിയാണ് ഹേമന്ത് വന്നിരിക്കുന്നത്. തന്റെ അടുത്ത് വന്ന് സല്യൂട്ട് ചെയ്ത ഹേമന്തിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അയാൾ. ഹേമന്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞു. താങ്ക് യു സർ. വാട്ട് ഈസ് ദിസ് ഹേമന്ത്? താനിവിടെ ചാർജ് എടുത്തിട്ട് ഇന്നേക്ക് 20 ദിവസമായി. വക്കീലിന്റെ ബോഡി കിട്ടിയിട്ട് ദിവസം 19. എന്നിട്ട് ഇതുവരെ കേസിന് ഒരു പ്രോഗ്രസ്സും ഇല്ല. ഇന്ന് ഞാൻ മന്ത്രിയുടെ മുന്നിൽ നിന്ന് തൊലി ഉരിഞ്ഞുപോയി. അയാൾ എന്നെ പറയാത്ത ചീത്തയില്ല. കമ്മീഷണർ പറഞ്ഞു നിർത്തിയത് ദേഷ്യത്തോടെയായിരുന്നു. സർ, ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് പറയരുത്. ഒരുപാട് പോസിബിലിറ്റീസ് അന്വേഷിച്ചതാണ്. ബട്ട് ദ റിസൾട്ട് വാസ് നെഗറ്റീവ്. ഹേമന്ത് പറഞ്ഞു നിർത്തി. യെസ്, ദാറ്റ്സ് വൈ യു ആർ ഹിയർ. ഐ നീഡ് ദ റിസൾട്ട്. കമ്മീഷണറുടെ മറുപടി ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഐ വിൽ മിസ്റ്റേക്ക് ഇറ്റ് സൂൺ സർ. ഹേമന്തിന്റെ സ്വരത്തിലുള്ള ദൃഢനിശ്ചയം കമ്മീഷണർ ശ്രദ്ധിച്ചതുകൊണ്ടാവാം അയാളുടെ സ്വരമൊന്നും മയപ്പെട്ടു. വേറെ എന്താ ഹേമന്ത്? ഇനി പ്രോഗ്രസ്? ഹേമന്ത് തന്റെ കയ്യിലിരുന്ന ഫയൽ കമ്മീഷണർക്ക് കൈമാറി. എന്നിട്ട് പറഞ്ഞു. സർ, പ്ലീസ് ഗോ ത്രൂ ദിസ്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത റിട്ടയർഡ് IG അലിസാറിന്റെ മർഡറിന് SIT അന്വേഷിക്കുന്ന ഹരീഷ് മേനോന്റെ മർഡറുമായി നല്ല സാമ്യമുണ്ട്. വട്ട് യു മീൻ? സംശയത്തോടെ തന്നെ നോക്കുന്ന കമ്മീഷനോട് കുറച്ചുകൂടി അടുത്തിരുന്നു കൊണ്ട് ഹേമന്ത് പറഞ്ഞു തുടങ്ങി. ലെറ്റ് മീ എക്സ്പ്ലെയിൻ സർ. ആ ഫയലിൽ അഡ്വക്കേറ്റ് ഹരീഷ് മേനോന്റെ ഡീറ്റെയിൽ ഓട്ടോപ്സി റിപ്പോർട്ടുണ്ട്. പിന്നെ ഇന്ന് മരിച്ച റിട്ടയർഡ് IGയുടെ ഇനീഷ്യൽ ഫൈൻഡിങ്സും ഉണ്ട്. സാർ ഒന്ന് വായിച്ചു നോക്കണം. ഫയൽ മറിച്ചു നോക്കുന്നതിനിടെ കമ്മീഷണർ പറഞ്ഞു. വാട്ട്സ് യുവർ പോയിന്റ്? കം സ്ട്രൈറ്റ് ടു ഇറ്റ്. സർ, ഈ കേസ് കൂടെ SIT അന്വേഷിക്കണം. അത് ആ ഫയൽ വായിക്കുന്നതോടെ സാറിന് ബോധ്യമാവും. ഓക്കെ ഹേമന്ത്, ഐ വിൽ കോൾ യു. ഹേമന്ത് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്ത ശേഷം തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ കമ്മീഷണർ പറഞ്ഞു. എനിവേ, ഒരു 30 days കൂടി തനിക്ക് തരാം. അതിനുള്ളിൽ ഒരു ബ്രേക്ക് ത്രൂ താൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതെല്ലാം കൂടി പൊതിഞ്ഞു കിട്ടി വേറെ ആരെങ്കിലും ഏൽപ്പിക്കും ഞാൻ. അത് പറഞ്ഞപ്പോഴുള്ള കമ്മീഷണറുടെ മുഖഭാവം ദേഷ്യത്തിലായിരുന്നു. ഹേമന്ത് തിരിഞ്ഞ് കമ്മീഷണറോട് പറഞ്ഞു. സാറ് പറഞ്ഞ അതേ 30ാമത്തെ ദിവസം കില്ലർ ആരാണെന്നുള്ള ഒരു വൈറ്റൽ ക്ലൂവുമായി ഞാൻ കാണാൻ വരും. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ദ കില്ലർ ഈസ് നോട്ട് എ സൈക്കോപാത്ത്. ഇതിന്റെ പിന്നിലുള്ള കാരണം ഇറ്റ്സ് എ റിവെഞ്ച്. കമ്മീഷണർ എഴുന്നേറ്റ് അതിശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും ഹേമന്ത് ആ മുറി വിട്ട് പുറത്തു പോയിരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് വരികയായിരുന്നു ഹേമന്ത്. രാത്രി കമ്മീഷണർ വിളിച്ച് അന്വേഷണ ചുമതല തനിക്കാണെന്ന് അറിയിച്ചു. രാവിലെ തന്നെ പോയി സൈറ്റ് കാണണം. പിന്നെ ഫയല് കളക്ട് ചെയ്യണം. തന്റെ ജോലികൾ പ്ലാൻ ചെയ്യുകയായിരുന്നു ACP. സർ എന്ന രാംദാസിന്റെ വിളി കേട്ടാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത്. എന്താ രാമേട്ടാ? സാറിനെ ഓഫീസിൽ വിട്ടിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എന്നിട്ടല്ലേ സൗത്തിലേക്ക് പോകൂ? അതോ ഞാൻ സൗത്തിൽ ചെന്നിട്ട് എന്നെ ഓഫീസിൽ വിട്ടിട്ട് രാമേട്ടൻ പോയി കഴിച്ചിട്ട് വരും? നമുക്കൊരു 10:30 മണിക്ക് അങ്ങോട്ട് പുറപ്പെടാം. ഓക്കെ? ഓക്കെ സർ. തിരിഞ്ഞു നോക്കാതെയാണ് രാംദാസ് പറഞ്ഞത്. കാർ ഓഫീസ് ഗേറ്റ് കടന്ന് അകത്ത് വന്ന് നിന്നതും കുറച്ച് പത്രക്കാർ അയാളെ വളഞ്ഞു. പുറത്തിറങ്ങിയ ഹേമന്ത് എല്ലാവരോടുമായി പറഞ്ഞു. ബഹളം ഉണ്ടാക്കല്ലേ, ഓരോരുത്തരായി ചോദിക്കൂ.
ഇന്നലെ ബോഡി കണ്ടെടുത്ത റിട്ടയർഡ് ഐ ജി അലിഖ്ബാലിന്റെ മർഡറിന് അഡ്വക്കേറ്റിന്റെ മർഡറുമായി എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാണോ അതിന്റെ അന്വേഷണ ചുമതല SITക്ക് കിട്ടിയത്? കൂട്ടത്തിൽ നിന്നും അത് ചോദിച്ച റിപ്പോർട്ടറുടെ തൊട്ടടുത്ത് നിന്നിരുന്ന സന്ധ്യയാണ് ഹേമന്ത് ശ്രദ്ധിച്ചത്. അങ്ങനെയല്ല, അദ്ദേഹത്തെ പോലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം അത് SIT അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചത് കമ്മീഷണറാണ്, അല്ലാതെ തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടല്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ക്യാമറയുമായി കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഡേവിഡിനെയും ഹേമന്ത് ശ്രദ്ധിച്ചു. SIT ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിന് ഒരു തുമ്പും ഇല്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ കിട്ടിയ കേസ് ഒരധിക ചുമതലയല്ലേ? അത് ചോദിച്ചത് സന്ധ്യയായിരുന്നു. ഹേമന്ത് അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അങ്ങനെ ഒരു തുമ്പും ഇല്ലാതെയൊന്നുമില്ല. പിന്നെ കേസ് അന്വേഷണത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പത്രക്കാർക്ക് തരാനാവില്ലല്ലോ. ഹേമന്ത് ഡേവിഡിനെ നോക്കുമ്പോഴൊക്കെ അവൻ ഹേമന്തിന്റെ മുഖത്തു നിന്നും കണ്ണെടുത്തുകൊണ്ടേയിരുന്നു. സർ, വക്കീലിന്റെ മരണവുമായി പറഞ്ഞു മുഴുവിപ്പിക്കാൻ വിടാതെ ഹേമന്ത് പറഞ്ഞു. സോറി, ഇന്നത്തേക്ക് ഇത്രയും മതി. പ്ലീസ് അലൗ മീ ടു ഡു മൈ ഡ്യൂട്ടി. എല്ലാവരും പിരിഞ്ഞുപോയി. ഹേമന്ത് അകത്തേക്ക് കയറി തന്നെ മുറിയിലിരുന്നു. ദുർഗയും റോഷനും അപ്പോൾ ആ മുറിയിലേക്ക് കടന്നു വന്നു. ഹേമന്ത് അവരോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ ഇരുന്ന ശേഷം റോഷൻ ഒരു ഫയൽ ഹേമന്തിനെ കൈമാറിക്കൊണ്ട് പറഞ്ഞു. സർ, ഇതാണ് IG സാറിന്റെ കേസ് ഫയൽ. സൗത്ത് സ്റ്റേഷനിൽ നിന്ന് രാവിലെ തന്നെ ഞാൻ കളക്ട് ചെയ്തു. ഗുഡ്, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് സർ ഇതിന്റെ പിന്നിലുള്ള കാരണം പ്രതികാരമാണെന്ന് പറഞ്ഞത്? ദുർഗയുടെ സംശയരൂപേണയുള്ള ചോദ്യത്തിന് മറുപടിയായി ഹേമന്ത് പറഞ്ഞു. കൊലപാതകങ്ങളിലുള്ള ആ കാരണം തന്നെ. എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി. ഒരു സൈക്കോ ആണെങ്കിൽ അയാൾ ആളുകളെ കൊല്ലുന്നത് ഒരു ഹരം കൊണ്ടായിരിക്കും. ബട്ട് ഇൻ ദിസ് കേസ് തിങ്സ് ആർ ഡിഫറെന്റ്. 2 കൊല നടന്നിരിക്കുന്നതും 2 രീതിയിലാണ്. പിന്നെയുള്ള കോമൺ ഫാക്ടേഴ്സ് ആ 4 ദിവസത്തെ ടോർച്ചറിങ് മാത്രമാണ്. സോ ഐ കൺക്ലൂഡഡ്. രണ്ടുപേരും ഹേമന്തിനെ തന്നെ നോക്കിയിരുന്നു. 2 ബോഡിയുടെയും പൊസിഷൻസ് കാണിക്കുന്ന ഫോട്ടോ എടുത്ത് മേശപ്പുറത്തേക്ക് മാറ്റിവെച്ചു. ഈ 2 ഫോട്ടോകളിൽ സാമ്യതകൾ ദുർഗ പറഞ്ഞത് തന്നെയാണ്. രോമം മുഴുവനും വടിച്ചു കളഞ്ഞിട്ടുണ്ട്. കിടക്കുന്ന പൊസിഷൻസ് ഇതാണ് ദുർഗയിൽ സംശയം ഉണ്ടാക്കിയത്. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 2 മരണങ്ങളിലുമുള്ള സാമ്യത പോലെ തന്നെ വ്യത്യാസവുമുണ്ട്. ഞാനത് പറയാം. മരണസമയവും കാരണവുമാണത്. മരണസമയം രാത്രി 12നും 1നും മധ്യയാണ്. പിന്നെ മരണകാരണം ഹാർട്ട് അറ്റാക്കാണ്. പക്ഷെ അതൊരു ക്രിയേറ്റ് ചെയ്ത അറ്റാക്കാണ്. 2 കൈത്തണ്ടയിലും ഇഞ്ചെക്ട് ചെയ്തതിന്റെ പാടുണ്ട്. ദാറ്റ് മീൻസ് സിറിഞ്ച് കൊണ്ട് ഫോഴ്സ്ഫുള്ളി. അറ്റാക്കും ഇത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു സിറിഞ്ച് നിറച്ച് എയർ ഇഞ്ചെക്ട് ചെയ്താണെങ്കിൽ ഇറ്റ് വിൽ കോസ് ഹാർട്ട് അറ്റാക്ക്. വെയിനസ് എയർ എംബോളിസം. ഹേർട്ടിലേക്ക് തിരിച്ചു പോകുന്ന വെയിനിലാണ് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഡോക്ടർ ഇറ്റ് മേ ബി 20 ml ഓഫ് സിറിഞ്ച്. രണ്ടുപേരും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഹേമന്ത് ഫയൽ തുറന്ന് 2 റിപ്പോർട്ട്സ് എടുത്ത് അതിൽ ഓരോന്ന് 2 പേരുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. വക്കീലിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടാണ് റോഷന്റെ കയ്യിൽ, ദുർഗയുടെ കയ്യിൽ IG-യുടെയും. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കണം. 2 പേരുടെയും ദേഹത്തു നിന്ന് 4 ദിവസം വരെ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അതേന്ന രീതിയിൽ റോഷൻ തലയാട്ടി. മുറിവുകൾ ശരീരത്തിൽ കുറവാണെങ്കിലും 4 ദിവസം പഴക്കമുള്ളത് വരെയുണ്ട്. അത് പറഞ്ഞത് ദുർഗയായിരുന്നു. ഹേമന്ത് തുടർന്നു. അന്നനാളം മുതൽ ചെറുകുടൽ വരെ അവിടെ ഇവിടെയായി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഉള്ളിൽ നിന്നും കുപ്പിച്ചിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണെന്ന് 2 പേരും പറഞ്ഞു. ഹേമന്ത് തുടർന്നു. ഇനി ഒന്നുകൂടിയുണ്ട്. 2 റിപ്പോർട്ടിലും അവസാന ഭാഗത്തായി പറഞ്ഞിട്ടുണ്ട്. റോഷൻ അത് വായിക്ക്. മരണകാരണം അല്ലെങ്കിലും വയറിന്റെ അടുത്ത ഭാഗത്ത് ആമാശയത്തിനും പാൻക്രിയാസിനും അടുത്തായി 3.5 ഇഞ്ച് ആഴത്തിലുള്ള മുറിവ്. വായിച്ചു കഴിഞ്ഞ റോഷൻ ദുർഗയെ നോക്കി. സെയിം ആണ് ഇവിടെയും. 3.5 മുതൽ 4 ഇഞ്ച് വരെ ആഴത്തിലുള്ള മുറിവ് എന്നാണ്. വായിച്ചതിനു ശേഷം റിപ്പോർട്ട് താഴെ വെച്ച് ദുർഗ തുടർന്നു. സർ, വ്യത്യാസത്തെക്കാൾ കൂടുതൽ സാമ്യമാണ്. സോ ഇത് ചെയ്തത് ഒരാളാണെന്ന് ഉറപ്പിക്കാം. യെസ് ദുർഗ, ഒരാൾ തന്നെയാണ്. മാത്രമല്ല അയാൾക്ക് നല്ല ഉയരവും അതിനൊത്ത ബലവുമുള്ള ആളാണ്. ഹേമന്ത് അത് മുഴുവിപ്പിക്കുന്നതിന് മുന്നേ റോഷൻ ചോദിച്ചു. അയാളെ ആരും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഉറപ്പിച്ചു പറയാനാകും? റോഷന്റെ സംശയം ന്യായമാണെന്ന് ദുർഗയ്ക്കും തോന്നി. ഹേമന്ത് തുടർന്നു. ബോഡി കിടന്ന ഭാഗത്തു നിന്ന് കുറച്ചകലെയായി രക്തം തളം കെട്ടിക്കിടന്ന പാടുണ്ട്. അവിടെ നിന്നും ബോഡി കിടക്കുന്നിടം വരെ ബ്ലഡ് ഡ്രോപ്സ് ഉണ്ട്. ദാറ്റ് ഈസ്, വണ്ടിയിൽ ബോഡി കൊണ്ടുവന്നിട്ട് അയാളത് താഴെയിട്ട ശേഷമാണ് എടുത്തുകൊണ്ടുപോയി 2 സ്ഥലത്തും വെച്ചിരിക്കുന്നത്. 2 അതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്നും നേരെ എടുത്തുകൊണ്ട് പോകാനേ ശ്രമിക്കൂ. മാത്രമല്ല 2 പേർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ താഴെ വീഴുന്ന രക്തത്തുള്ളികളുടെ ഷേപ്പ് വേറെ ആയനെ. ഇപ്പോഴുള്ള സാമ്പിൾസ് ഒരാൾ തോളിലെടുത്തുകൊണ്ട് പോകുമ്പോൾ വീണതായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് നല്ല ബലവും ശരീരവും ഉണ്ടായിരിക്കണമെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റോഷനും ദുർഗയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. 2 പേരെയും നോക്കിക്കൊണ്ട് ഹേമന്ത് പറഞ്ഞു. 2 കേസിലുമുള്ള വൗണ്ട്സ്, പിന്നെ വെയിനിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന രീതി, പിന്നെ ബ്ലഡ് ലോസ് ആകാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ മുറിവുകൾ, ഇതിലെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്.
ഇതൊരു വൈൽഡ് ഗസ് മാത്രമാണ്. ഐ തിങ്ക് യു ആർ റൈറ്റ് സർ. ഐ ഓൾസോ ഫീൽസ് ദ സെയിം. ദുർഗയാണെന്ന് പറഞ്ഞത്. പതിവ് പോലെ നമുക്ക് CCTVയിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ സാമ്യമുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ ഓട്ടോപ്സിയിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. പിന്നെ ഇവർ രണ്ടുപേരും ഇൻവോൾവ്ഡ് ആയ കേസ്, അതിൻ്റെ ലിസ്റ്റ് എടുക്കണം. ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് എ ക്ലൂ ഫ്രം ദാറ്റ്. ഇത്രയും ക്ലൂ ഉള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഇരുട്ട് തപ്പേണ്ടി വരില്ലെന്ന് തോന്നുന്നു. രണ്ടുപേരും സല്യൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഹേമന്ത് ഓർമ്മിപ്പിച്ചു. ഒരു 10:30 ആകുമ്പോൾ നമുക്ക് ആ സൈറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് തൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കുകയായിരുന്നു ഹേമന്ത്. ആശ്വസിക്കാൻ പാകത്തിനുള്ള ഒരു ക്ലൂവും അവിടെ നിന്ന് ലഭിച്ചില്ല. ദുർഗ മുറിയിലേക്ക് കയറി വന്ന് സല്യൂട്ട് ചെയ്തു. സർ, ഇവർ രണ്ടുപേരും ഇൻവോൾവ് ആയിട്ടുള്ള 4 കേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ആ സൈറ്റിൽ നിന്നും കിട്ടിയ ടയർ ട്രാക്സ് ഒരു പഴയ മോഡൽ വാനിൻ്റെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ആ വില്ലയുടെ ഉള്ളിൽ നിന്നോ മറ്റോ? CCTV ഫുട്ടേജിൽ നിന്നും? ഹേമന്ത് ദുർഗയോട് ചോദിച്ചത് ഒരു പോസിറ്റീവ് റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നോ സർ. ദുർഗ അത് പറഞ്ഞത് ഹേമന്തിനെ നോക്കാതെയായിരുന്നു. ഓക്കെ, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ആ 4 കേസുകൾ, അതിനെപ്പറ്റി നന്നായി സ്റ്റഡി ചെയ്യണം. ആൻഡ് നമ്മുടെ കില്ലർ ഡിസ്ക്രിപ്ഷനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിൻ്റെ ഒരു കോപ്പി, ആ 4 കേസസിൻ്റെ ഒരു കോപ്പി എനിക്കും സെൻഡ് ചെയ്യണം. ഞാനൊന്ന് നോക്കട്ടെ. ഹേമന്ത് പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്ന ദുർഗ പറഞ്ഞു. ഐ വിൽ ഡു ഇറ്റ് സർ. ദുർഗ പോകാനായി തിരിയുമ്പോഴേക്കും റോഷൻ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. സാധാരണയിലും കുറച്ച് വേഗത്തിലാണ് അയാൾ വന്നത്. സല്യൂട്ട് ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു, സർ, ആ വില്ലയിൽ നിന്നും 4 കിലോമീറ്റർ മാറി ഒരു പെട്രോൾ പമ്പിലെ CCTV ഫുട്ടേജിൽ നിന്നും ഒരു വാനിൻ്റെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. നമ്പർ വ്യക്തമല്ല. ഹരീഷ് മേനോൻ കൊല്ലപ്പെട്ട ദിവസത്തെ വിഷ്വൽസിലും സെയിം വാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരേ നിറത്തിലുള്ളവ. രണ്ടിൻ്റെയും ഗ്ലാസിൽ സ്പൈഡർ വെബിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ബോത്ത് ആർ സെയിം സർ. അത് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു തുണ്ടുകടലാസ് ഹേമന്തിനെ ഏൽപ്പിച്ചു. അവനത് വാങ്ങി തുറന്നു നോക്കി. എന്നിട്ട് ആശ്ചര്യത്തോടെ, ഈസ് ദിസ് ഇറ്റ്സ് നമ്പർ? അതെ സർ. ആദ്യത്തെ പൊടി ഉപേക്ഷിച്ച സ്ഥലത്തിനടുത്തുള്ള ഹൈവേയിലെ ഒരു സർവൈലൻസ് ക്യാമറയിലാണ് ദൃശ്യങ്ങൾ. റോഷന്റെ മുഖത്ത് പതിവിലേറെ സന്തോഷം വ്യക്തമായിരുന്നു. ദുർഗ ഒരു ക്ലൂ കിട്ടിയ സന്തോഷത്തിൽ ഹേമന്തിനെ നോക്കുമ്പോൾ ഹേമന്ത് പറഞ്ഞു, ആൻഡ് ഫൈനലി ദർ ഈസ് എ ബ്രേക്ക് ത്രൂ. ആ തുണ്ടുകടലാസിൽ ആ വാനിൻ്റെ നമ്പർ എഴുതിയിരുന്നു. KR 07V5765. പിറ്റേന്ന് പതിവിലും നേരത്തെയാണ് ഹേമന്ത് ഓഫീസിലെത്തിയത്. റിട്ടയേർഡ് IG അലിയുടെ മരണത്തെ പറ്റിയുള്ള ചോദ്യം ചെയ്യൽ ഇന്നാണ് ആരംഭിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു അയാളുടെ മനസ്സ് നിറയെ. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയധികം തന്നെ വലച്ച ഒരു കേസന്വേഷണം. ഹേമന്ത് ചിന്തിച്ചുകൊണ്ടായിരുന്നു തൻ്റെ റൂമിൽ പ്രവേശിച്ചത്. ഇന്നലെ പറഞ്ഞതിനനുസരിച്ച് റോഷനും ദുർഗയും ചോദ്യം ചെയ്യുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസേരയിൽ ഇരുന്ന ഉടനെ തന്നെ ഹേമന്ത് ആ ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കി. ഇല്ല, ആരും വിട്ടുപോയിട്ടില്ല. ഈ സമയത്ത് ദുർഗയും റോഷനും മുറിയിലേക്ക് വരുന്നു. സല്യൂട്ട് ചെയ്ത് അവരോട് ഹേമന്ത് ഇരിക്കാൻ പറഞ്ഞു. സാറിന് നേരത്തെയാണല്ലോ. ഇരുന്നു കൊണ്ടാണ് ദുർഗ അത് ചോദിച്ചത്. ഫയലിൽ നിന്ന് മുഖമുയർത്തി ദുർഗയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. 30 ദിവസത്തെ ഡെഡ് ലൈൻ തന്നിരിക്കുകയാണ് കമ്മീഷണർ. അതിനുള്ളിലൊരു പ്രോഗ്രസ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഐ വിൽ ബി റീപ്ലേസ്ഡ്. അതാ ശാസനം. കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്ന സ്ഥിതിക്ക് നമുക്ക് പറ്റും സർ. റോഷന്റെ മുഖത്ത് കണ്ട അതേ ആത്മവിശ്വാസം ആ വാക്കുകളിലും പ്രതിഫലിച്ചിരുന്നു. നമുക്ക് നോക്കാം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്തോ മുഖ്യമായ പോയിന്റ് ഞാൻ മിസ് ചെയ്യുന്നു എന്ന തോന്നൽ ഇതിന്റെ ആരംഭത്തിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹേമന്ത് ഇത് പറയുമ്പോഴും ആ തോന്നൽ അവനെ അലട്ടിയിരുന്നതായി ആ മുഖത്ത് നിന്ന് കാണാമായിരുന്നു. ദുർഗയും റോഷനും പരസ്പരം നോക്കി. ഓക്കെ, ലീവ് ഇറ്റ്. ഈ ലിസ്റ്റിലുള്ളവരോടൊക്കെ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടില്ലേ? ഇൻട്രോഗേഷൻ ലിസ്റ്റിലുള്ളവരെ പറ്റിയായിരുന്നു ഹേമന്ത് ചോദിച്ചത്. ദുർഗയാണ് അതിന് മറുപടി പറഞ്ഞത്. അവരെല്ലാവരും 10 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തും സർ. നമുക്ക് ഈ റൂമിൽ വെച്ച് വേണ്ട. ആ കോൺഫറൻസ് ഹാളിൻ്റെ മുറിയിലെ ലോബിയിലേക്ക് ഇരുത്തിയാൽ മതി. ഇൻട്രോഗേഷൻ കോൺഫറൻസ് ഹാളിലാക്കാം. എന്നാൽ രണ്ടുപേരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ഹേമന്ത് പറഞ്ഞു നിർത്തിയതും രണ്ടുപേരും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് പോയി. ഹേമന്ത് തൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ദുർഗ അയച്ച മെയിൽ ചെക്ക് ചെയ്തു. വക്കീലും IT സാറും തമ്മിൽ ലിങ്കുള്ള ആ 4 കേസുകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അതിൻ്റെ കണ്ടന്റ്. ഫയൽ ഓപ്പൺ ചെയ്ത് ചാർജ് ഷീറ്റ് വായിക്കാൻ തുടങ്ങി. റോഷൻ വന്ന് വിളിച്ചപ്പോഴാണ് ഹേമന്ത് അതിൽ നിന്നും കണ്ണെടുത്തത്. എത്ര നേരം അത് വായിച്ചിരുന്നെന്നറിയില്ല. സർ, അവരെല്ലാം എത്തിയിട്ടുണ്ട്. സാർ വന്നിരുന്നെങ്കിൽ. റോഷൻ മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ഹേമന്ത് പറഞ്ഞു. യെസ്, ഐ ആം കമ്മിങ്. അത് കേട്ട് റോഷൻ തിരിഞ്ഞു നടന്നു. മേശപ്പുറത്തിരുന്ന തൊപ്പിയെടുത്ത് വെച്ച് ഹേമന്ത് കോൺഫറൻസ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. ഹേമന്ത് ലോബിയിലേക്ക് പ്രവേശിച്ച ഉടനെ അവിടെ കാത്തിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എല്ലാവരോടും ഇരിക്കാനായി ആംഗ്യം കാണിച്ചുകൊണ്ട് ഹേമന്ത് ഹാളിലേക്ക് പ്രവേശിച്ചു. ദുർഗയും റോഷനും അദ്ദേഹത്തെ അനുഗമിച്ചു.
പുറത്ത് കാത്തുനിന്നവർ അവിടെയുള്ള കസേരകളിലിരുന്നു. കുറച്ച് സിവിൽ പോലീസുകാർ ലോബിയിൽ നിലയുറപ്പിച്ചിരുന്നു. വാതിൽ തുറന്ന് അകത്തുനിന്നും വന്ന റോഷൻ പുറത്തു കൂടി നിന്നവരെ നോക്കി ഉറക്കെ വിളിച്ചു, "ഗദീജ, ഗദീജ ഉസ്മാൻ." കുറച്ച് പ്രായമായ ഒരു സ്ത്രീ കസേരയിൽ നിന്നും എഴുന്നേറ്റു. "അകത്തേക്ക് വരൂ." അവരെ നോക്കി ഇത്രയും പറഞ്ഞിട്ട് റോഷൻ അകത്തേക്ക് കയറിപ്പോയി. വാതിൽ തുറന്നകത്ത് കയറി വന്ന അവരോട് ഹേമന്ത് ഇരിക്കാൻ പറഞ്ഞു. അവർ ഇരുന്ന ശേഷം ഭീതിയോടെ എല്ലാവരെയും നോക്കി. "പേടിക്കണ്ട, ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ മതി." ദുർഗ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ ശരിയെന്ന് തലയാട്ടി. ഹേമന്ത് പറഞ്ഞു, "അമ്മ പേടിക്കൊന്നും വേണ്ട. IG സാറിനെ പറ്റി അറിയാവുന്നതൊക്കെ പറഞ്ഞാൽ മതി." "പറയാം." അവർ വളരെ പതിയാണത് പറഞ്ഞത്. "അമ്മ എത്ര നാളായി സാറിന്റെ കൂടെ?" ചോദ്യം ചോദിച്ച ഹേമന്തിനെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു ഗദീജ മറുപടി പറഞ്ഞത്. "ഒരു 12-13 വർഷമായി. മോന്റെ വാപ്പ മരിച്ചപ്പോൾ ഇക്ക വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന്. ഇക്കയ്ക്ക് ആകെപ്പാടെയുള്ള ഒരു കൂടപ്പിറപ്പാണ് ഞാൻ. ഇക്ക നിക്കാഹൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇക്കയ്ക്കൊരു കൂട്ടായിട്ടാണ് ഞങ്ങൾ പോകുന്നത്." അവരത് പറഞ്ഞു നിർത്തിയതും ദുർഗ ചോദിച്ചു, "അപ്പോൾ സാറ് പാലക്കാട്ടേക്ക് വരുമ്പോൾ മുതൽ നിങ്ങൾ കൂടെയുണ്ട്?" "അതേ" എന്നവർ തലയാട്ടി. "ഈ വീട് വാങ്ങിയിട്ട് എത്ര നാളായി?" "അത് ഒരു 4-5 കൊല്ലായി." ചോദ്യം ചോദിച്ച റോഷനെ നോക്കിയാണ് അവർ അത് പറഞ്ഞത്. ഗദീജ കുറച്ച് കൂളായതുപോലെ ഹേമന്തിന് തോന്നി. ഹേമന്ത് ചോദിച്ചു, "സാറിന് ശത്രുക്കളാരെങ്കിലും?" ഗദീജ എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നിയ ഹേമന്ത് തുടർന്നു, "സർവീസിലുള്ളപ്പോഴോ അത് കഴിഞ്ഞോ എന്തെങ്കിലും ഫോൺ കോളോ മറ്റോ ഭീഷണിയുടെ രൂപത്തിൽ?" അവരുടെ മുഖത്ത് വന്ന ഭാവമാറ്റം ഹേമന്ത് ശ്രദ്ധിച്ചിരുന്നു. "ഉണ്ട്. അത് പക്ഷേ 8-9 വർഷം മുമ്പാണ്. ഏതോ കുറച്ച് കൊലപാതക കേസ് അന്വേഷിക്കുന്നതിന്റെ ഇടയിലാണ്. അന്ന് കുറച്ചു നാൾ ഞങ്ങളെ കോഴിക്കോട്ടുള്ള തറവാട്ടിലെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. പിന്നെ 2 മാസം കഴിഞ്ഞാ തിരിച്ചു വന്നേ. അപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നു." "മരിക്കുന്നതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ സാറിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായി ശ്രദ്ധിച്ചോ?" ഹേമന്ത് ചോദിച്ച ചോദ്യത്തിന് കുറച്ച് ആലോചിച്ച ശേഷമായിരുന്നു മറുപടി പറഞ്ഞത്. "ഇല്ല സാറേ, അങ്ങനെയൊന്നുമില്ലായിരുന്നു. സാധാരണ പോലെയായിരുന്നു." "മരിക്കുന്നതിന് 4 ദിവസം മുന്നേ കാണാതായിട്ടും പോലീസിൽ ഒരു കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അതെന്താ?" ദുർഗയാണത് ചോദിച്ചത്. "അത് പിന്നെ സാറേ, ഇക്ക ഇതിനു മുമ്പ് ആരോടും പറയാതെ ഇങ്ങനെ യാത്രയൊക്കെ പോകാറുണ്ട്. 1-2 ആഴ്ച കഴിഞ്ഞായിരിക്കും മടങ്ങി വരിക. ഇതും അങ്ങനെയാണെന്നാണ് ഞങ്ങൾ കരുതിയത്." പക്ഷേ ഗദീജയ്ക്ക് സങ്കടം അടക്കി വെക്കാനായില്ല. ഹേമന്ത് റോഷനെ നോക്കിക്കൊണ്ട് പൊയ്ക്കോളാൻ ആംഗ്യം കാണിച്ചു. "എന്നാ നിങ്ങൾ പൊക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിപ്പിക്കും, അപ്പോൾ വന്നോണം." അവർ എഴുന്നേറ്റ് ഹേമന്തിനെ തൊഴുത ശേഷം പുറത്തേക്ക് നടന്നു. ഹേമന്ത് ദുർഗയോട് പറഞ്ഞു, "ദുർഗ, ആ ഗദീജ പറഞ്ഞ കേസ് ഏതാണെന്ന് അന്വേഷിക്കണം." "യെസ് സർ." പുറത്തേക്ക് പോയ റോഷൻ തിരികെ എത്തിയത് ഒരു ചെറുപ്പക്കാരനുമായിട്ടായിരുന്നു. ഇരിക്കാൻ പറഞ്ഞ ഉടനെ അവൻ അവിടെ ഇട്ടിരുന്ന കസേരയിലിരുന്നു. "റിസ്വാൻ, ഗദീജയുടെ മകൻ അല്ലേ? എന്ത് ചെയ്യുന്നു?" "സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ബാംഗ്ലൂരാണ്." "അലി സാർ എപ്പോഴും യാത്ര പോകുന്ന ആളായിരുന്നു?" റോഷനാണത് ചോദിച്ചത്. "എപ്പോഴും ഇല്ല, പെട്ടെന്നൊരു ദിവസം അങ്ങ് പോകും. പറഞ്ഞിട്ട് പോകുന്ന ശീലം പണ്ടേയില്ല. അതല്ലേ ഞങ്ങൾ ഇതറിയാതെ പോയത്." റിസ്വാൻ പറഞ്ഞു. "അധികാരോടും അങ്ങനെ മിണ്ടുന്ന ആളല്ല ഈ അലി സാർ, അല്ലേ?" ഹേമന്താണത് ചോദിച്ചത്. "ഏയ്, മാമ പുറത്തായിരുന്നു എപ്പോഴും. പിന്നെ ഞങ്ങളുടെ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ പല ആക്ടിവിറ്റീസ്. പക്ഷേ യാത്രകളൊന്നും ഒറ്റക്കായിരുന്നു." റിസ്വാൻ പറഞ്ഞു നിർത്തിയതും ദുർഗ ചോദിച്ചു, "അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവില്ലേ?" അവൻ ദുർഗയൊന്ന് നോക്കിയ ശേഷം തുടർന്നു, "അതെനിക്കറിയില്ല മാഡം. പിന്നെ ഉമ്മച്ചി പറയുന്നത് മാമന്റെ പഴയ ലവ് ഫെയിലിയർ ആണെന്നാ. പക്ഷേ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് സാറിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയിരുന്നു?" ഒന്ന് ഓർത്ത ശേഷമാണ് ഹേമന്തിന്റെ ചോദ്യത്തിന് റിസ്വാൻ മറുപടി പറഞ്ഞത്. "ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ 2 ആഴ്ചയായിട്ട് മാമ കുറച്ച് തിരക്കിലായിരുന്നു. റെസിഡന്റ് അസോസിയേഷന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന്റെ തിരക്കായിരുന്നു. വേറൊന്നും ഉണ്ടായിരുന്നില്ല." "എന്നാൽ ശരി, പൊക്കോളൂ. വിളിക്കുമ്പോൾ വരണം." ഹേമന്ത് റോഷനോട് അടുത്ത ആളെ വിളിക്കാൻ ആംഗ്യം കാണിച്ചു. അടുത്തതായി അകത്തേക്ക് വന്നത് നല്ല പൊക്കവും ഉറച്ച ശരീരവുമുള്ള ഒരാളായിരുന്നു. അയാളോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഹേമന്ത് ചോദിച്ചു, "ആനന്ദ്, എന്തു ചെയ്യുന്നു?" "സർ, ഞാനൊരു മെഡിക്കൽ റെപ്പാണ്. കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്." "ഓക്കെ, പറയൂ ആനന്ദ്. അന്ന് എന്താ കണ്ടത്?" "സർ, പതിവ് പോലെ ഞാൻ ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. കുറച്ച് വൈകിയാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അന്ന് റോഡിലൂടെ കുറച്ചേ ഓടിയുള്ളൂ. ഞാൻ നമ്മുടെ പാർക്കിലേക്ക് കയറുമ്പോഴാണ് എൻ്റെ ഷൂ ലേസ് അഴിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ആ റോഡിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് അത് കെട്ടി. എന്നിട്ട് തലയുയർത്തി നോക്കിയപ്പോൾ ഗേറ്റിന് പുറത്തുള്ള ബെഞ്ചിൽ ആരോ കിടക്കുന്നത് കണ്ടു. ഞാൻ അടുത്തുനിന്ന് നോക്കി. എനിക്ക് ആളെ മനസ്സിലായില്ല. കുലുക്കി വിളിച്ചിട്ടും എഴുന്നേൽക്കാതായതോടെ ഞാൻ ശ്വാസം കൊണ്ടുവന്ന് നോക്കി. ഒരു ഞെട്ടലോടെയാണ് സർ ആ മൂക്കിന് താഴെ ഞാൻ വെച്ച കൈ വലിച്ചത്. ആളും മരിച്ചിരുന്നു." എന്നിട്ട് എന്താ ചെയ്തേ?" "അപ്പോൾ തന്നെ ഞാൻ..."
ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ഹേമന്തിന്റെ ഫോൺ റിംഗ് ചെയ്തു. കൈകൊണ്ട് നിർത്താൻ ആംഗ്യം കാണിച്ചുകൊണ്ട് ഹേമന്ത് ഫോൺ അറ്റൻഡ് ചെയ്ത് കുറച്ചു മാറി നിന്ന് സംസാരിച്ചു. ദുർഗയും റോഷനും പരസ്പരം നോക്കി. ഫോൺ കട്ട് ചെയ്ത ശേഷം തിരിച്ചു വന്ന ഹേമന്ത് ദുർഗയോട് പറഞ്ഞു, യു കണ്ടിന്യൂ ദിസ് ഇൻട്രോഗേഷൻ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ വൈകിട്ടേ എത്തൂ. അപ്പോഴേക്കും യു മേക്ക് ദ റിപ്പോർട്ട്സ്. പിന്നെ ഖദീജ പറഞ്ഞ ആ കേസ് ഒന്ന് അന്വേഷിക്കൂ. വി വിൽ മീറ്റ് ഹിയർ ഇൻ മൈ ഓഫീസ്. ഹേമന്ത് പുറത്തേക്ക് ഇറങ്ങി. കാറിനടുത്തെത്തിയപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്. ഖദീജയും മകനും തന്റെ ഡ്രൈവർ രാംദാസിനോട് സംസാരിച്ചു നിൽക്കുന്നു. ഹേമന്ത് അടുത്തെത്തിയപ്പോഴേക്കും അവർ പോയിരുന്നു. രാമേട്ടാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. ആ, പോകാം സർ. രണ്ടുപേരും വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹേമന്ത് ചോദിച്ചു, രാമേട്ടൻ എങ്ങനാ അവരെ പരിചയം? അത് സാറേ, ഞാൻ അലിസാറിന്റെ ഡ്രൈവറായിരുന്നു. ഒരു 6 വർഷം. സാറ് റിട്ടയർഡ് ആവണ വരെ. രാംദാസ് വണ്ടി പുറത്തേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചു, എങ്ങോട്ടാ സാറേ? ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് കടന്ന് ഹേമന്തിന്റെ വണ്ടി അകത്തെത്തിയപ്പോഴേക്കും SI സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ഹേമന്തിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സർ, ഞാൻ നാരായണൻ നായർ, SI ആണ്. അകത്തേക്കിരിക്കാം. എല്ലാവരും അകത്തേക്ക് കയറിയിരുന്നു. ഹേമന്തും നാരായണനും SIയുടെ റൂമിലേക്കിരുന്നു. സർ, ഇന്നലെ രാത്രി വൈകിയാണ് DIGയുടെ ഓർഡർ കിട്ടുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള സാമ്യങ്ങളുമായി ഒരു കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോൾ തന്നെ DIGയെ ധരിപ്പിച്ചിരുന്നു, നാരായണൻ പറഞ്ഞു. സി മിസ്റ്റർ നാരായണൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കധികം സമയം നഷ്ടപ്പെടുത്താനില്ല. സോ കാര്യങ്ങൾ കുറച്ച് വേഗത്തിലാക്കണം. ഹേമന്തിന്റെ സ്വരം കടുത്തിരുന്നു. സർ, ഒരു മിനിറ്റ്. അയാൾ പുറത്തേക്ക് പോയിട്ട് കയ്യിലൊരു ഫയലുമായി തിരിച്ചു വന്നു. ഇതാണ് സർ ആ ഫയൽ. ഫയൽ ഹേമന്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ തുടർന്നു. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് കക്ഷി. പേര് സുനി, മേസ്തിരി സുനി. ഇവിടെ പലർക്കും കഞ്ചാവ് മുതൽ പെൺകുട്ടികളെ വരെ സപ്ലൈ ചെയ്യുന്നത് ഇവനായിരുന്നു. DIGയുടെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സാമ്യവും ഇതിനുണ്ട്. പിന്നെ മരണകാരണവും വേറെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല. ഈ കേസ് എന്നാണ് രജിസ്റ്റർ ചെയ്തത്? ഹേമന്ത് ഗൗരവഭാവം വിടാതെയാണ് അത് ചോദിച്ചത്. അത് ഒക്ടോബർ 7-നാണ് സർ. പക്ഷെ ബോഡി ഫുള്ളായിട്ട് കിട്ടിയത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസമോ? ഹേമന്തിന്റെ വാക്കുകളിൽ ആശ്ചര്യം മുഖത്ത് കാണാമായിരുന്നു. അതെ സർ. 2 കൈ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ട്രാക്കിൽ നിന്നാണ് കിട്ടിയത്. ബാക്കിയുടൽ സിവിൽ സ്റ്റേഷനടുത്തുള്ള പാർക്കിന് മുന്നിലെ ബെഞ്ചിൽ നിന്ന്. അതിൽ ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ആളെ തിരിച്ചറിഞ്ഞത്. പിന്നെ തല കിട്ടിയത് മാർക്കറ്റിലെ ബീഫ് സ്റ്റാളിൽ നിന്നാണ്. അത് പിറ്റേന്നാണ് കിട്ടുന്നത്. മരണകാരണം ശരീരത്തിൽ നിന്നും തല വെട്ടിയെടുത്തതാണെന്നാണ് റിപ്പോർട്ട്. ആരാ ഓട്ടോപ്സി ചെയ്തത്? അത് ഡോക്ടർ ജോസഫ് ഇടിക്കുള. ഓക്കെ, ഞാനിത് എടുക്കുക. ഇതിൻ്റെ കൂടെ എനിക്ക് ക്രൈം സീൻസിന്റെ ഫോട്ടോ കൂടെ വേണം. അതിപ്പോൾ തരാം സർ. ഇത്രയും പറഞ്ഞിട്ട് നാരായണൻ മുറിക്ക് പുറത്തേക്ക് പോയി. ഹേമന്ത് ഫയൽ മറച്ചു നോക്കിക്കൊണ്ടിരുന്നു. കയ്യിൽ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടുവന്ന നാരായണൻ അത് ഹേമന്തിന് കൈമാറി. അത് വാങ്ങി ഫയലിൽ വെച്ച ശേഷം ഹേമന്ത് പറഞ്ഞു, ഇതെല്ലാം ഞാൻ കൊണ്ടുപോവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഡിപ്പാർട്ട്മെന്റിലല്ലാതെ വേറെ ആരും ഇതറിയരുത്, പ്രത്യേകിച്ച് മീഡിയ. ഓക്കെ? ഓക്കെ സർ. നാരായണൻ നായർ സല്യൂട്ട് ചെയ്ത ശേഷം രണ്ടുപേരും മുറിയിൽ നിന്നും ഇറങ്ങി. പുറത്തെത്തി വണ്ടിയിൽ കയറാൻ നേരം ഹേമന്ത് തിരിഞ്ഞ് നാരായണൻ നായരോട് പറഞ്ഞു, പറഞ്ഞതൊന്നും മറക്കണ്ട. അയാൾ തലയാട്ടി. തന്റെ മുറിയിലേക്ക് കയറി വന്ന ഹേമന്ത് ഫയൽ മേശപ്പുറത്ത് വെച്ച ശേഷം കസേരയിലിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള മടക്കയാത്രയിൽ മുഴുവൻ സമയവും ആ ഫയൽ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുറിയിലേക്ക് കയറി വന്ന ദുർഗയും റോഷനും സല്യൂട്ട് ചെയ്തു. അവരോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഹേമന്ത് പറഞ്ഞു, നമ്മുടെ ഇതുവരെയുള്ള ധാരണകളെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 2 കൊലപാതകങ്ങൾക്ക് മുമ്പ് ഇതേ കില്ലർ വേറൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതും ഈ 2 കൊലപാതകങ്ങളുടെ എല്ലാ സാമ്യതകളോടും കൂടി. ഇത് നടന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പരിധിയിലാണ്. ഹിയർ ഈസ് ദ ഡീറ്റെയിൽസ്. ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് ആ ഫയൽ കൊടുത്തു. ദുർഗയും റോഷനും അത് വാങ്ങി വായിച്ചു നോക്കി. ഹേമന്ത് തുടർന്നു, ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവർ 3 പേരും കൂടി ഇൻവോൾവ്ഡ് ആയ കേസ് ഉണ്ടോയെന്ന് നോക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ വി ക്യാൻ സോൾവ് ദിസ്. ഓക്കെ, ഐ വിൽ സെർച്ച് ഫോർ ഇറ്റ്. ദുർഗയാണത് പറഞ്ഞത്. പിന്നെ റോഷൻ, ആ വണ്ടി നമ്പർ ട്രേസ് ഔട്ട് ചെയ്തോ? സർ, അത് ചെയ്തിരുന്നു. ബട്ട് ദ റിസൾട്ട് വാസ് നെഗറ്റീവ്. അത് സിറ്റിയിലുള്ള വീസൽ എന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഡെലിവറി വണ്ടിയുടെ നമ്പറാണ്. അതൊരു ആപ്പയാണ്. റോഷൻ കുറച്ച് അമർഷത്തോടെയാണത് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് എ ഡെഡ് എൻഡ്. ഹേമന്ത് അത് പറയുമ്പോൾ ഒരു നിരാശ ആ സ്വരത്തിൽ നിഴലിച്ചിരുന്നു. സാർ, ഇനി നമ്മൾ... ദുർഗ പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുൻപേ ഹേമന്ത് പറഞ്ഞു, ലീവ് ഇറ്റ്. നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവർ 3 പേരും തമ്മിലുള്ള ലിങ്ക് കണ്ടുപിടിക്കാനാണ്. സോ വി ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്. യെസ് സർ. അത് പറഞ്ഞത് 2 പേരും ചേർന്നാണ്.
കമ്മീഷണറുടെ റൂമിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു ഹേമന്ത്. 10 മണിക്ക് കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം 10:40 കളക്ടറുമായിട്ടുള്ള മീറ്റിംഗ് നീണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. ഹേമന്ത് അക്ഷമനായി വരാന്തയിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കമ്മീഷണറുടെ മുറിയുടെ വാതിൽ തുറന്ന് കളക്ടർ ഇറങ്ങി വന്നു. ഹേമന്ത് അവരെ സല്യൂട്ട് ചെയ്തു. യെസ് ഹേമന്ത്, എന്തൊക്കെയുണ്ട്? എനി പ്രോഗ്രസ്? യെസ് മാഡം, വി ആർ ആഫ്റ്റർ ഹിം, ഹേമന്ത് മറുപടി പറഞ്ഞു. ഓക്കെ, യു ക്യാരി ഓൺ. എനിക്ക് മിനിസ്റ്ററുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. പറഞ്ഞു തീർന്നതും അവർ നടന്നുപോയി. മുറിക്കുള്ളിലേക്ക് കയറി വന്ന് സല്യൂട്ട് ചെയ്ത ഹേമന്തിനോട് കമ്മീഷണർ ഇരിക്കാൻ പറഞ്ഞു. സോറി ഹേമന്ത്, ആ പെണ്ണുമ്പുള്ള വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാ. വാതിലിന്റെ വശത്തേക്ക് നോക്കിക്കൊണ്ടാണ് കമ്മീഷണർ അത് പറഞ്ഞത്. ഇന്ന് എന്തായിരുന്നു സാർ വിഷയം? ഓ, പതിവ് വിഷയം തന്നെ. പുതുവൈപ്പിലുള്ള ഒരു കോളനിയുടെ പുനരധിവാസം. 8:30 മണിക്ക് തുടങ്ങിയതാ. ഈ വിഷയം സംസാരിച്ചത് 15-20 മിനിറ്റാണ്. ബാക്കിയൊക്കെ ലോകകാര്യങ്ങളാ. അതും പറഞ്ഞ് കമ്മീഷണർ ഒന്ന് അടക്കി ചിരിച്ചു. പണ്ട് മുതൽ ഇവരിങ്ങനെ തന്നെയാണ്. ഇപ്പോഴൊരു മാറ്റവും ഇല്ല. ഹേമന്തും ആ ചിരിയിൽ പങ്കുചേർന്നു. അതൊക്കെ പോട്ടെ, എന്തായി കാര്യങ്ങൾ? ഇനി ഹോപ്പ്ഫുള്ളി ഇരിങ്ങാലക്കുടിക്ക് പോയിട്ട് എന്തായി? അവിടുത്തെ സുനിയുടെ മർഡറിന് ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന മർഡറുമായി ബന്ധമുണ്ട് സർ. മൂന്നിലും മരണകാരണം ഡിഫറൻ്റ് ആണ്. പക്ഷേ ടോർച്ചറിങ്, പിന്നെ വയറ്റിലെ മുറിവ്, നെഞ്ചിലെ മുറിവുകൾ, അങ്ങനെ പല സാമ്യതകൾ. ഹേമന്ത് പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ് കമ്മീഷണർ ചോദിച്ചു. ഇതെല്ലാം ചെയ്തത് ഒരാൾ തന്നെയാണ് അല്ലേ? അതിന് ഹേമന്ത് കൊടുത്ത ഉത്തരം വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു. യെസ് സർ, ഒരാൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സർ, കൊലപാതകം ചെയ്യുന്ന രീതി, കിഡ്നാപ്പ് ചെയ്യുന്ന രീതി, എന്തിന് ബോഡി കൊണ്ടിടുന്ന രീതി വരെ എല്ലാം സെയിമാണ്. അതുകൊണ്ടാണ്. ഹേമന്ത് പറഞ്ഞു നിർത്തിയപ്പോൾ അത് ശരിയായിരുന്നു എന്ന് കമ്മീഷണർക്കും തോന്നി. എനിക്കും അങ്ങനെ തോന്നുന്നു. പിന്നെ ഇവർ 3 പേരുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടിയോ? വി ആർ സെർച്ചിങ് ഫോർ ഇറ്റ്. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, ഹേമന്ത് പറഞ്ഞു. ഓക്കെ ദെൻ, എനിത്തിങ് എൽസ്? യെസ് സർ, ഞാൻ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനാണ്. വിക്ടിംസ് 3 പേര് മരിക്കുന്നതിന് മുമ്പ് ഒരു 4 ദിവസം ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 3 പേര് മരിക്കുന്നതിന് 4 ദിവസം മുൻപ് തട്ടിക്കൊണ്ടു വന്നവരാണ്. സോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുന്ന മിസ്സിംഗ് കേസസ് SITയുടെ പരിഗണനയിൽ വരണം. അതായത് മിസ്സിംഗ് കേസുകൾ വന്നാൽ ഉടനെ SITയെ അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. കമ്മീഷൻ കുറച്ചുനേരം ആലോചിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനാവില്ല. DIGയുമായി ഒന്ന് കൺസൾട്ട് ചെയ്യണം. ബട്ട് യു ഹാഡ് എ ഗുഡ് പോയിന്റ് ഹേമന്ത്. എനിവേ ഐ വിൽ കോൾ യു. ഹേമന്ത് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് പോയി. റോഷനും ദുർഗയും മുറിയിലേക്ക് വരുമ്പോൾ ഹേമന്ത് സുനിയുടെ കൊലപാതക കേസിന്റെ ഫയൽ നോക്കുകയായിരുന്നു. സർ, പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സല്യൂട്ട് ചെയ്തു കഴിഞ്ഞ് ദുർഗയാണത് പറഞ്ഞത്. ഹേമന്ത് 2 പേരോടും ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ 3 പേരുമായി ലിങ്ക് ചെയ്യുന്ന എത്ര കേസുണ്ട്? സർ, 2 കേസുണ്ട്. ഒന്ന് 2004 അത് തൃശ്ശൂർ ഒരു വീട്ടിലെ വൃദ്ധ ദമ്പതികൾ ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തി 6 ലക്ഷം രൂപയും 46 പവനും കവർന്ന കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അലിസാർ ആയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് ഈ ഹരീഷ് മേനോനായിരുന്നു. പിന്നെ ഈ സുനിയായിരുന്നു അന്ന് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന സ്ട്രോങ്ങസ്റ്റ് വിറ്റ്നസ്. അവന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പ്രതികൾക്ക് ജീവപര്യന്തം കിട്ടിയത്. റോഷനാണെന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കേസ്? ഹേമന്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ദുർഗയായിരുന്നു. സർ, അത് 2011 പാലക്കാട്. ATM റോബറി. കൊള്ളയടിക്കപ്പെട്ട എല്ലാ ATM സ്ഥാപനത്തിലെയും സെക്യൂരിറ്റി ജീവനക്കാരെ കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അലിസാറായിരുന്നു. വക്കീൽ, പ്രോസിക്യൂട്ടറും സുനി പ്രധാന സാക്ഷിയും. ദുർഗ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഹേമന്ത് എന്തോ ആലോചിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഹേമന്ത് ചോദിച്ചു. ഇത്രേ ഉള്ളൂ അല്ലേ? നോ സർ, വക്കീലും അലിസാറും തമ്മിൽ ലിങ്കുള്ള 2 കേസുകൾ വേറെയുണ്ട്. പക്ഷെ അവയ്ക്ക് സുനിയുമായി ബന്ധമില്ല. അതുപോലെ തന്നെ വക്കീലും സുനിയുമായി ബന്ധമുള്ള 7ഓളം കേസുകളാണ് ഉള്ളത്. പിന്നെ അലിസാറും സുനിയും തമ്മിൽ ബന്ധമുള്ള ഒരു കേസും. അതൊരു ഹോട്ടൽ റെയ്ഡ് ചെയ്തപ്പോൾ സുനിയും ഒരു പെണ്ണിനെയും കൂടി പിടിച്ചു എന്നുള്ളതാണ് കേസ്. ഹേമന്ത് എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ പറഞ്ഞു തുടങ്ങി. സോ ദാറ്റ്സ് ഇറ്റ്. പാലക്കാട്, തൃശൂർ, എറണാകുളം 3 ജില്ലകളിലായി ഇവരുമായി ബന്ധമുള്ള 12 കേസുകൾ. സോ വിൽ സ്പ്ലിറ്റ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് അവർ വർക്ക്. ദുർഗ ഇവിടെയും റോഷൻ തൃശ്ശൂരും ഞാൻ പാലക്കാടും. വി ഹാവ് ടു ഗെറ്റ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ, വി വിൽ ഡു ഇറ്റ്. 10 ദിവസത്തിന് ശേഷമായിരുന്നു ഹേമന്ത് അന്ന് ഓഫീസിലെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലക്കാട്ടായിരുന്നു. IG-യും വക്കീലും സുനിയും സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ ഒന്നുകൂടി പോയി നോക്കി. ഇന്ന് രാവിലെ മീറ്റ് ചെയ്യണം എന്ന് ദുർഗയ്ക്കും റോഷനും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ടാണ് രാവിലെ തന്നെ ഹേമന്ത് എത്തിയത്. മുറിയിലേക്ക് കയറി വന്ന ഹേമന്തിനെയും കാത്ത് ദുർഗയും റോഷനും മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ഹേമന്ത് വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്. സല്യൂട്ട് ചെയ്ത ശേഷം 2 പേരും ഇരുന്നു. എന്തായി ദുർഗ, എന്തെങ്കിലും ലീഡ്സ് ഉണ്ടോ? ദുർഗ തന്റെ കസേരയിൽ ഒന്നുകൂടി ശരിക്കിരുന്നു കൊണ്ട് പറഞ്ഞു.
സർ, ഇവർ രണ്ടുപേരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസുകളിലെല്ലാം ഒന്നൊഴിച്ച് സുനി സാക്ഷിയായിരുന്നു. കേസിന്റെ ഗതി മാറ്റുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന മൊഴികളാണ് അയാളുടേത്. പിന്നെ ഒരെണ്ണത്തിൽ അയാൾ പ്രതിയായിരുന്നു. അന്ന് ഇയാൾക്ക് വേണ്ടിയാണ് വക്കീൽ ഹാജരായത്. ആ കേസിൽ ഇയാളെ വെറുതെ വിട്ടു. എല്ലാ കേസിലെയും സ്ഥിരം സാക്ഷി. സ്ട്രെയിഞ്ച്. അതെ സർ, ഒരു മെനഞ്ഞെടുത്ത സാക്ഷിയുടെ എല്ലാ ഭാവങ്ങളും അയാൾക്കുണ്ട്. ആ ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദുർഗ കൂട്ടിച്ചേർത്തു. എനിവേ ഇൻട്രസ്റ്റിംഗ്. വാട്ട് അബൌട്ട് യു റോഷൻ? സർ, ആ 4 പേരുടെ കൊലക്കേസിൽ സുനി ഒരു ജെനുവിൻ സാക്ഷിയാണെന്ന് തോന്നുന്നു. കാരണം തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലോ ഒന്നും ചാർജ് ഷീറ്റിൽ നമുക്ക് ഫീഡ് ചെയ്യുന്നില്ല സർ. പിന്നെ വക്കീലും സുനിയുമായി ബന്ധമുള്ള 2 കേസിൽ ഒരെണ്ണം മാർക്കറ്റിലെ ഒരു കുത്തുകേസാണ്. വക്കീലാണ് ജാമ്യം എടുത്തത്. പിന്നെ ഒരെണ്ണം ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നുള്ളതും. അതിലും വക്കീൽ തന്നെയാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. റോഷൻ പറഞ്ഞു നിർത്തി. പാലക്കാട്ടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ. ATM റോബറി കേസ് ജെനുവിനാണ്. സുനിയും കുറച്ച് നാട്ടുകാരും കൂടിയാണ് പ്രതിയെ പിടിച്ചത്. പ്രതി പിന്നീട് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. പിന്നെയുള്ളത് ആ അനാശാസ്യയാണ്. അത് റെയ്ഡ് ചെയ്ത് പിടിച്ച ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതോടെ അതും കഴിഞ്ഞു. ഹേമന്തിന്റെ മുഖത്ത് ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ അലഞ്ഞു നടന്നിട്ട് ആശ്വസിക്കാനായിട്ട് ഒരു ലീഡ് പോലും കിട്ടിയില്ലല്ലോ. റോഷനാണത് പറഞ്ഞത്. അപ്പോ ഇതിവിടം കൊണ്ട് തീരുകയാണല്ലേ? സോ വാട്ട് നെക്സ്റ്റ്? ഹേമന്ത് രണ്ടുപേരെയും മാറി മാറി നോക്കി. എങ്ങോട്ടോ പോകാനായി തിരക്കിട്ട് യാത്രയായിക്കൊണ്ടിരിക്കുകയായിരുന്നു രേണു. ഓഫീസിൽ നിന്നും എത്തിയ ഉടനെയാണ് ഹേമന്ത് വിളിക്കുന്നത്. 8:30 ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടത്രേ. നീ റെഡിയായിരുന്നു, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന്. കണ്ണെഴുതുന്നതിന്റെ കൂടെയാണ് രേണു ഇത് ഓർക്കുന്നത്. വല്ലപ്പോഴും മാത്രമാണ് ACP സാറിന് ഇതുപോലെയൊന്ന് അടുത്ത് കിട്ടുന്നേ. അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറയാൻ രേണുവിനായില്ല. റെഡിയായി നിന്നിട്ടാവും എന്നെ വിളിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ വന്നിട്ട് ചോദിക്കും, നീ ഇതുവരെ റെഡിയായില്ലേന്ന്. മുടി ചീകുന്നതിനിടയിൽ രേണു ഓർത്തു. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. രേണു ഓടിച്ചെന്ന് വാതിൽ തുറന്നു. നീ ഇതുവരെ റെഡിയായില്ലേ? അകത്തേക്ക് കയറുന്നതിനോടൊപ്പം ഹേമന്ത് ചോദിച്ചു. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കെ, ഞാനിപ്പോൾ തന്നെ വരാം. രേണു മുറിയിലേക്ക് പോയി വാതിൽ അടയ്ക്കുന്നതിനോടൊപ്പം പറഞ്ഞു. റെഡിയായി പുറത്തിറങ്ങിയ രേണു കണ്ടത് ചുവരിൽ തൂക്കിയ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്ന ഹേമന്തിനെയാണ്. ഹേമന്ത്, പോകാം, ഞാൻ റെഡി. രേണുവിന്റെ വിളി കേട്ട് ഞെട്ടിയാണ് ഹേമന്ത് തന്റെ ചിന്തയിൽ നിന്നും ഉണർന്നത്. എന്തു ഭംഗിയായിട്ടാ രേണു നീ ഈ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നേ. ഇതൊക്കെ നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസാണോ? ഹേമന്ത് ചോദിച്ചത് കുറച്ച് ആശ്ചര്യത്തോടെയായിരുന്നു. ഒരു വീട് ഒരുക്കി വയ്ക്കാൻ പെൺകുട്ടികളെ കൊണ്ടേ പറ്റും മോനെ. ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ, കാണിച്ചു തരാം. രേണുവിന്റെ മറുപടി കേട്ട് ഹേമന്ത് ചിരിച്ചു. ഓക്കെ, ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഇനിയും വൈകിയാൽ ചിലപ്പോൾ ഷോ തുടങ്ങും. എന്നാൽ പെട്ടെന്നിറങ്ങാം. രണ്ടുപേരും ഇറങ്ങി. മാളിൽ പതിവ് പോലെ അത്ര ആളുണ്ടായിരുന്നില്ല. അവർ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ സിനിമാസിലേക്കാണ് പോയത്. സമയം 8 മണിയാകുന്നതേയുള്ളൂ. നമുക്കെന്തെങ്കിലും കഴിച്ചാലോ ലൈറ്റായിട്ട്? രേണു ചോദിച്ചു. ശരിയാ, സമയം 8 വാച്ച് നോക്കിക്കൊണ്ടാണ് ഹേമന്ത് അത് പറഞ്ഞത്. രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ഫുഡ് കോർട്ടിന് മുൻപിൽ ലിഫ്റ്റ് തുറന്നതും രണ്ടുപേരും പുറത്തിറങ്ങി. ഹായ് സർ, എന്താ ഇവിടെ? ചോദ്യം കേട്ട് ഹേമന്ത് തിരിഞ്ഞു നോക്കി. സന്ധ്യയായിരുന്നു അത്. ഹായ് സന്ധ്യ. ഹേമന്ത് ആശ്ചര്യത്തോടെയാണത് പറഞ്ഞത്. സന്ധ്യ രേണുവിനെ നോക്കുന്നത് കണ്ടിട്ട് ഹേമന്ത് പറഞ്ഞു. ഇത് രേണുക, എൻ്റെ വുഡ്ബിയാണ്. രേണു, ഇത് സന്ധ്യ, റിപ്പോർട്ടറാണ്. രണ്ടുപേരും ഹലോ പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. സന്ധ്യ ഒറ്റയ്ക്കാണോ? അല്ല, ഫ്രണ്ട്സ് ഉണ്ട്. അവർ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട്. സന്ധ്യ പറഞ്ഞു നിർത്തി. ഓ, അപ്പോൾ അവരുടെ അടുത്തേക്കുള്ള പോക്കാണ്. സന്ധ്യയുടെ കൂടെ വരാറുള്ള ആ ക്യാമറമാൻ? ഹേമന്ത് മുഴുവിപ്പിക്കുന്നതിന് മുൻപേ സന്ധ്യ ഇടപെട്ടു. ഡേവിഡ് അല്ലേ? അവൻ പ്രൊഫഷണൽ ക്യാമറമാനൊന്നുമല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാ. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS പഠനം പാതി വഴിക്ക് ഉപേക്ഷിച്ച് വന്നവനാ. അവന് ഈ ക്യാമറയും ഫോട്ടോസൊക്കെയാ ഇഷ്ടം. ഓ, നിങ്ങൾ മാരീഡ് ആണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? രേണുവാണ് അത് ചോദിച്ചത്. തിരുവനന്തപുരത്താണ്, ടെക്നോ പാർക്കിൽ. ഓ, അപ്പോൾ നിന്റെ പോലെ തന്നെ IT തൊഴിലാളി. ഹേമന്ത് രേണുവിനെ ചേർത്ത് പിടിച്ചിട്ടാണത് പറഞ്ഞത്. സന്ധ്യ യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അവർ ഫുഡ് കോർട്ടിനുള്ളിലേക്കും സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി കാർ പാർക്കിലേക്ക് നടക്കുകയായിരുന്നു രേണുവും ഹേമന്തും. സമയം രാത്രി 10:30 കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ഹേമന്തിന്റെ ഫോൺ ബെല്ലടിച്ചു. കമ്മീഷണറായിരുന്നു അത്. ഹേമന്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. യെസ് സാർ, പറയൂ. ഹേമന്ത്, വി ഹാവ് എ ബാഡ് ന്യൂസ്. നൗ വി ഹാവ് അനദർ വിക്ടിം. കമ്മീഷണർ പറഞ്ഞത് കേട്ട് ഹേമന്ത് തെല്ലൊന്ന് ഞെട്ടി. കമ്മീഷണർ ഓഫീസ് ലക്ഷ്യമാക്കിയായിരുന്നു ഹേമന്തിന്റെ കാർ പാഞ്ഞത്. സമയം 11 മണി കഴിഞ്ഞിട്ടും സിറ്റിയിലെ ട്രാഫിക്കിന് വലിയ ശമനമൊന്നും വന്നിട്ടില്ലായിരുന്നു. രേണുവിനെ വീട്ടിലാക്കിയിട്ടായിരുന്നു ഹേമന്തിന്റെ മടക്കം. എന്നാലും ആരായിരിക്കും അടുത്താൾ എന്ന ചിന്ത ഹേമന്തിനെ അലട്ടിക്കൊണ്ടിരുന്നു.
കമ്മീഷണറുടെ ഓഫീസിലെത്തിയ ഹേമന്ത് വണ്ടി നിർത്തി താക്കോല് പാറാവ് നിന്നിരുന്ന പോലീസുകാരന് കൈമാറിക്കൊണ്ട് പറഞ്ഞു, ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്ക്. സല്യൂട്ട് ചെയ്യുന്നതിനിടെ തന്റെ നേർക്ക് എറിഞ്ഞ താക്കോല് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. യെസ് സർ. അയാൾ മറുപടി പറയുമ്പോഴേക്കും ഹേമന്ത് സ്റ്റെയർ കേസ് കയറി പോയി കഴിഞ്ഞിരുന്നു. ദുർഗയും റോഷനും അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ കിടന്ന കസേരയിൽ ഇരുന്ന ശേഷം ഹേമന്ത് കമ്മീഷണറോട് ചോദിച്ചു, സർ, എന്താ ശരിക്കും സംഭവിച്ചേ? ലുക്ക് ഹേമന്ത്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആയിട്ടില്ല. മേയർ ഡെയ്സി ജോസഫ് പാലോടന്റെ മകൻ വിക്ടറാണ് മിസ്സായിരിക്കുന്നത്. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് അന്വേഷിക്കണമെന്നാണ് എന്നോട് മാഡം ഫോൺ ചെയ്ത് പറഞ്ഞത്. ഇതിനും നമ്മുടെ കേസിനും എന്താണ് ലിങ്ക്? ഹേമന്ത് കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു. ഞാനത് പറയാൻ വരുവാണ് ഹേമന്ത്. ഐ തിങ്ക് ദർ ഇസ് എ ലിങ്ക്. ഈ വിക്ടറിന്റെ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ഓഫായിരിക്കുന്നത് പൈപ്പ് ലൈൻ സിഗ്നൽ കഴിഞ്ഞ് ഇടപ്പള്ളിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ്. കമ്മീഷണർ പറഞ്ഞു നിർത്തിയതും ഹേമന്തിന്റെ കണ്ണുകൾ വിടർന്നു. മറ്റ് കേസുകളുമായുള്ള സാമ്യം ഹേമന്തിനെ പോലെ തന്നെ ദുർഗയ്ക്കും റോഷനും വ്യക്തമായിരുന്നു. സർ, ഈ ഒരു സാമ്യം മാഡവുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നോ? ഏയ് ഇല്ല, വെറുതെ അവരെ പാനിക് ആക്കണ്ടല്ലോ. പിന്നെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേതായാലും നന്നായി. ഓക്കെ ഹേമന്ത്, നൗ ഇറ്റ്സ് യുവർ ടേൺ. വാട്ട്സ് യുവർ പ്ലാൻ? കമ്മീഷണർ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഹേമന്ത് തുടർന്നു. സർ, കിഡ്നാപ്പ് ചെയ്തു കഴിഞ്ഞാൽ 5-ാം ദിവസം രാവിലെയാണ് ബോഡി നമുക്ക് കിട്ടുന്നത്. അത്രയും നേരം ആ വാനിൽ തന്നെ അവനെ വച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ 4 ദിവസം ഒരാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഡെഫിനറ്റ്ലി അതൊരു ഒഴിഞ്ഞ പ്രദേശമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് അവനെ പിടിക്കാം. വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബോഡി ഡംപ് ചെയ്യുന്ന സമയം. നമുക്കെല്ലാവർക്കും അറിയാലോ. ഹേമന്ത് മുഴുവിപ്പിച്ചില്ല. കമ്മീഷണറുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. സർ, ഞാൻ ഉദ്ദേശിച്ചത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹേമന്ത്. യു ക്യാൻ യൂസ് എനി മെത്തേഡ് ടു ക്യാച്ച് ഹിം. കമ്മീഷണർ പറഞ്ഞത് കേട്ട് ഹേമന്ത് പറഞ്ഞു, ഞങ്ങൾ അവനെ പൂട്ടിയിരിക്കും സർ. ഈ സമയം SI അനിൽ ആ മുറിയിലേക്ക് കയറി വന്നു. സല്യൂട്ട് ചെയ്ത ശേഷം ഒരു ഫയൽ കമ്മീഷണർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, സർ, മാഡത്തിന്റെ കംപ്ലൈന്റ് ആണത്. ഓക്കെ അനിൽ, നൗ യു ക്യാൻ ലീവ്. സല്യൂട്ട് ചെയ്ത ശേഷം അനിൽ പുറത്തേക്ക് പോയി. ആ ഫയൽ ഹേമന്തിന് കൊടുത്തുകൊണ്ട് കമ്മീഷണർ പറഞ്ഞു, നൗ ഇറ്റ്സ് യുവർ ടേൺ. ഹേമന്ത് ആ ഫയൽ വാങ്ങിയ ശേഷം സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് നടന്നു. ദുർഗയും റോഷനും അവനെ അനുഗമിച്ചു. പുറത്തിറങ്ങിയ ശേഷം ഹേമന്ത് ചോദിച്ചു, ഈ മിസ്സായ വിക്ടർ, അയാളുടെ ഒരു സ്വഭാവം എങ്ങനെയാ? എനി ഐഡിയ? ഒരു പബ്ലിക് ന്യൂസൻസ് ആണവൻ. മേയറായ അവന്റെ അമ്മയുടെ സ്വാധീനം കൂടെ ആവുമ്പോൾ പറയുകയും വേണ്ട. സൗത്ത് സ്റ്റേഷനിൽ തന്നെ തന്റെ അറിവിൽ 4 കേസുണ്ട് ഇവന്റെ പേരിൽ. റോഷനാണത് പറഞ്ഞത്. അപ്പോൾ കൊല്ലാനുള്ളവരുടെ ലിസ്റ്റ് എടുത്ത A4 ഷീറ്റും മുഴുവനും ഉണ്ടാവും അല്ലേ? ഹേമന്തിന്റെ ആക്കിയ മട്ടിലുള്ള സംസാരം റോഷനും ദുർഗയും ചിരിയോടെയാണ് വരവേറ്റത്. എനിവേ, ആ വഴിക്കൊന്ന് പോയി നോക്കാം. എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. പിന്നെ ദുർഗ, അവന് വേറെ സിം കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളവനാകുമ്പോൾ വേറൊരു സിം ഉണ്ടാവാനാണ് സാധ്യത. ഇതും പറഞ്ഞ് ഫയൽ ദുർഗയുടെ കയ്യിൽ കൊടുത്തു. ദുർഗ അത് വാങ്ങിയപ്പോഴേക്കും അവൻ കാർ പാർക്കിങ്ങിന് അടുത്തെത്തിയിരുന്നു. സോ നാളെ രാവിലെ 9:30 ഇൻ മൈ ഓഫീസ്. പോലീസുകാരൻ കൊണ്ടുകൊടുത്ത കാറിന്റെ താക്കോല് വാങ്ങിക്കൊണ്ടായിരുന്നു ഹേമന്ത് അത് പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ ഹേമന്ത് തന്റെ ഓഫീസ് മുറിയിൽ കുറച്ചു നേരത്തെ എത്തിയിരുന്നു. കൃത്യസമയത്ത് തന്നെ റോഷനും ദുർഗയും മുറിയിലേക്ക് വന്നു. സല്യൂട്ട് ചെയ്ത ശേഷം ആ മെഷിയുടെ മുന്നിലുള്ള കസേരയിലേക്ക് ഇരിക്കുമ്പോൾ റോഷൻ പറഞ്ഞു, സർ, ഇന്നലെ പറഞ്ഞ ആ കേസുകളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ആകെ മൊത്തം 9 കേസുകൾ. സൗത്ത് സ്റ്റേഷനിൽ 5, ഫോർട്ട് കൊച്ചിയിൽ 2, ആലുവയിൽ 1, ചേർത്തലയിൽ 1. യെസ്, ഡീറ്റെയിൽസ് എന്തൊക്കെയാ എന്ന ഹേമന്തിന്റെ ചോദ്യത്തിന് റോഷൻ തന്നെയാണ് മറുപടി പറഞ്ഞത്. സർ, ആകെയുള്ള 9 കേസുകളിൽ 7 പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബാക്കിയുള്ളത് തല്ല് കേസാണ്. പിന്നെ ഞാൻ രഹസ്യമായി അറിഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഒരു 1.25 കിലോ മയക്കുമരുന്നുമായി ഇവനെ പണ്ട് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അമ്മ മേയറായതിന്റെ ഗുണം. ഓഹോ, അപ്പോൾ ആള് വലിയ പുള്ളിയാ. ഹേമന്ത് റോഷനെ ഒന്ന് നോക്കി, എന്നിട്ട് തുടർന്നു, ദുർഗ, എന്തായി സിം ഡീറ്റെയിൽസ്? സർ, അത് 10 മണിക്ക് മുമ്പ് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ വിക്ടർ ഇവിടെ നിന്നാണ് മിസ്സാവുന്നത്? ഹേമന്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ദുർഗയായിരുന്നു. അന്ന് മേയർ മേഡത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വൈകിട്ടായിരുന്നു സെലിബ്രേഷൻ. ഒരു 5 മണി മുതൽ ഫോൺ ഓഫായിരുന്നു എന്നാണ് കംപ്ലൈന്റ് പറയുന്നത്. അങ്ങനെ ഫോൺ ഓഫാക്കി വെക്കാത്ത ആളാണ്. സോ ഇപ്പോൾ ഫോൺ ഓഫായ സ്ഥലമാണ് ഈ കേസ് നമ്മുടെ അടുത്ത് എത്തിച്ചത് അല്ലേ? യെസ് സർ, തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവനെ ഈ മരിച്ചുപോയവരുമായി ഒരു ലിങ്ക് കാണില്ലേ? ദുർഗ, ചേസ് ഇറ്റ് ഔട്ട്. പിന്നെ റോഷൻ, കം വിത്ത് മീ. ഹേമന്ത് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി, ഒപ്പം റോഷനും. അവർ രണ്ടുപേരും നടന്ന് കാറിനടുത്ത് എത്തിയപ്പോഴേക്കും ദുർഗ പിറകിൽ നിന്ന് വിളിച്ചു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദുർഗ പറഞ്ഞു, സർ, സൈബർ സെല്ലിൽ നിന്നും മെയിൽ വന്നിട്ടുണ്ട്. സാർ പറഞ്ഞ കറക്റ്റാണ്. അവന് വേറെ 2 കണക്ഷൻസ് ഉണ്ട്. നമുക്ക് കിട്ടിയ പരാതിയിൽ പെടാത്തവ. ഗുഡ്,
അതിന്റെ ഡീറ്റെയിൽഡ് കോൾ ലിസ്റ്റ് എടുക്കണം. അവൻ ആരെയൊക്കെ വിളിച്ചിരുന്നു എന്ന് കണ്ടുപിടിക്കണം. മേ ബി ഇത് വേറെ വല്ലവരുടെയും വേലയാണെങ്കിലോ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അവർ രണ്ടുപേരും കാറിൽ കയറി. കാറ് പുറത്തേക്ക് പോയപ്പോഴും ദുർഗ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. സമയം രാത്രി. പോലീസുകാർ ഹൈവേ ബ്ലോക്ക് ചെയ്ത് ചെക്കിംഗ് നടത്തിക്കൊണ്ടിരുന്നു. തന്റെ ജീപ്പിൽ ചാരി കുറച്ച് ടെൻഷനോടെയായിരുന്നു ഹേമന്ത് നിന്നിരുന്നത്. എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അയാൾ. പെട്ടെന്ന് കുറച്ച് അകലേക്ക് നോക്കി വിളിച്ചു. റോഷൻ. ആ, യെസ് സർ. തന്റെ ചുണ്ടിൽ കത്തിയിരുന്ന പാതി വലിച്ചു തീർത്ത് സിഗരറ്റ് കളയാൻ ശ്രമിക്കുന്നതിനിടെ റോഷൻ അത് പറഞ്ഞത്. നമുക്ക് ചെക്കിംഗ് സ്പോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ? പോകാം സർ. ഹേമന്തിന് എന്തു ചെയ്തിട്ടും ഒരു തൃപ്തിയാവുന്നില്ലായിരുന്നു. അവർക്ക് കിട്ടിയിരുന്ന 4 ദിവസത്തിലെ അവസാന രാത്രിയായിരുന്നു അത്. കാറിൽ കയറിയുടനെ രാംദാസ് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. ആ കാറിൽ പോലീസിന്റെ വാക്കി ടോക്കി ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഈ രാത്രിയിലും നമുക്ക് കണ്ടുപിടിക്കാനായില്ലെങ്കിൽ... റോഷൻ വാചകങ്ങൾ മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഹേമന്ത് ഇടപെട്ടു. നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് വിക്ടറിനെയല്ല റോഷൻ. അവന്റെ ബോഡി ഉപേക്ഷിക്കാൻ വരുന്ന ആ കില്ലറെയാണ്. റോഷന്റെ മുഖത്തെ ആശ്ചര്യം കണ്ടുകൊണ്ട് ഹേമന്ത് തുടർന്നു. ഇന്ന് കൂടിപ്പോയ ഉച്ചവരെ വിക്ടറിനെ ജീവനോടെ കിട്ടാനുള്ള സമയമുണ്ടാകും. ഇതിനോടകം അവനെ ജീവച്ഛവമാക്കിയിട്ടുണ്ടാവും. ഇനി ജീവനോടെ കിട്ടിയാൽ തന്നെ രക്ഷപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടാവും. അവൻ വളരെ സ്മാർട്ടാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ഹേമന്ത് പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു റോഷന്റെ മുഖഭാവം. അവൻ മിസ്സായവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തന്നെ അവന്റെ ബാക്കി 2 ഫോൺ കിട്ടിയതാണ് നമുക്ക് തിരിച്ചടിയായത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ലീഡ്സ് കിട്ടുമായിരുന്നു, റോഷൻ കൂട്ടിച്ചേർത്തു. പിന്നെ ഒന്നുകൂടിയുണ്ട്, മരിച്ചവരുമായുള്ള അവന്റെ ലിങ്ക്. അതിന് നമുക്ക് മതിയായ എവിഡൻസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതാണ് വലിയൊരു പ്രശ്നം. അതും ശരിയാണ് സർ. വണ്ടി പൈപ്പ് ലൈൻ സിഗ്നലിലെത്തി. റോഷൻ, ജസ്റ്റ് പുറത്തിറങ്ങി ഒന്ന് ചെക്ക് ചെയ്യൂ. ഹേമന്തിന് കാറിൽ നിന്നിറങ്ങാനുള്ള മടി ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. റോഷൻ ഇറങ്ങി പുറത്തേക്ക് പോയി. രാംദാസ് തിരിഞ്ഞ് ഹേമന്തിനോട് ചോദിച്ചു. സർ, നമ്മളിപ്പോൾ പുറപ്പെടില്ലല്ലോ? ഹേമന്ത് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇല്ല രാമേട്ടാ, പക്ഷേ എപ്പോഴുമുള്ള ഈ ബീഡി വലി അത്ര നല്ലതല്ല. സമയം 12:30 ആയില്ലേ സാറേ. ഉറക്കം വരാതിരിക്കാനായിട്ട്... ഹേമന്ത് വണ്ടിക്കുള്ളിൽ തന്നെ ഇരുന്നു. തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഫയലെടുത്ത് അതിന്റെ ഉള്ളിൽ നിന്നും വിക്ടറുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു കറതീർന്ന ക്രിമിനലാണെന്ന്. അവന്റെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് ഒരു ഫോൺ ബെല്ലായിരുന്നു. ഹേമന്ത് ഫോൺ എടുത്ത് നോക്കി. രേണു. എന്താ രേണു ഈ പാതിരാത്രിയിൽ? ഉറക്കമൊന്നുമില്ലേ? എന്റെ ചെക്കൻ അവിടെ ഉറങ്ങാതിരിക്കുമ്പോൾ ഞാനെങ്ങനെയാ മാഷെ ഉറങ്ങണേ? ഇപ്പൊ എവിടെയാ? എന്തെടുക്കുവാ? ഞാനിപ്പോ പൈപ്പ് ലൈൻ സിഗ്നലിൽ. വാഹന പരിശോധന. മേയറുടെ മകനായതുകൊണ്ട് പോലീസുകാർ ഉറങ്ങാതെ ജോലി ചെയ്യണമല്ലോ. ഇന്നലെ വൈകിട്ട് അവര് പിടിച്ചുകുടഞ്ഞതിന്റെ ദേഷ്യമാണല്ലേ? ഇങ്ങോട്ട് കിട്ടിയതിന്റെ ബാക്കി അങ്ങോട്ട് കൊടുത്തിട്ട് തന്നെയാടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. നീ അത് കള. അതൊക്കെ പോട്ടെ, എപ്പോഴാ പോണത് ക്വാർട്ടേഴ്സിലേക്ക്? ഇന്ന് ശിവരാത്രിയാണ് മോളെ. അവനെ പിടിക്കുന്നത് വരെ ഉറക്കമില്ല. ഇന്ന് പിടിക്കൂ? രേണുവിന്റെ സ്വരത്തിലുള്ള സന്തോഷം തിരിച്ചറിഞ്ഞ ഹേമന്ത് പറഞ്ഞു. പിടിക്കും പിടിക്കും. നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനിലും ചെക്കിംഗ് ഉണ്ട്. ഇന്ന് അവന് രക്ഷപ്പെടാൻ കഴിയില്ല. വെയിറ്റിംഗ് ഫോർ ദി ഗുഡ് ന്യൂസ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എന്നാ മോള് പോയി കിടന്നുറങ്ങ്. നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ? എന്നാ ശരി ഹേമന്ത്, ടേക്ക് കെയർ. രേണു ഫോൺ കട്ട് ചെയ്തു. ഹേമന്ത് കാറിൽ നിന്നും പുറത്തിറങ്ങി. രാംദാസ് ഇപ്പോഴും ബീഡി വലിച്ചുകൊണ്ടിരുന്നു. ഹേമന്ത് സമയം നോക്കി. മണി 1 കഴിഞ്ഞിരുന്നു. ഈ സമയം റോഷ് വന്ന് സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഇവിടെയെല്ലാം ഓക്കെയാണ് സാർ. നമ്മൾ മെയിൽ അയച്ച വാനിന്റെ ഫോട്ടോ അവരുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവർ നമ്മെ ഇൻഫോം ചെയ്യും. ഗുഡ്. തിരിഞ്ഞ് രാംദാസിനോട് പറഞ്ഞു. രാമേട്ടാ, പോവാം. അവസാനമായി ഒരു പഫ് കൂടി എടുത്തിട്ട് ബീഡി കളഞ്ഞ് രാംദാസ് വന്ന് വണ്ടിയെടുത്തു. അകത്ത് കയറിയ ശേഷം റോഷൻ പറഞ്ഞു. നേരെ പാലാരിവട്ടം, പിന്നെ കലൂർ. ആ വണ്ടി പാലാരിവട്ടം സിഗ്നൽ നോക്കി യാത്രയായി. ഇതേ സമയം ഉൾവഴിയിലൂടെ ഒരു വാൻ അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. തൃപ്പൂണിത്തറയിലുള്ള സ്കൈലൈൻ ബിൽഡിങ്ങിന്റെ ഗേറ്റ് കടന്ന് ഒരു വാൻ അകത്ത് പ്രവേശിച്ചത് ഗേറ്റിനടുത്തുള്ള ഷെഡിലിരുന്നുറങ്ങുന്ന സെക്യൂരിറ്റി ഗാർഡ് കണ്ടില്ല. പൂളിനടുത്ത് നിർത്തിയ ആ വാനിൽ നിന്നും രോമം മുഴുവൻ വടിച്ചു കളഞ്ഞ ആ രൂപത്തെയെടുത്ത് പൂളിന്റെ സൈഡിലുള്ള ബെഞ്ചിൽ കിടത്തി. അപ്പോഴും ആ ശരീരം അനങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ആ കിടത്തിയ രൂപത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ആരാണ് നീ? അത് ആ ബിൽഡിങ്ങിലെ സെക്യൂരിറ്റി ആയിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അയാൾ വീണ്ടും ചോദിച്ചു. എന്താണ് അവിടെ ചെയ്യണത്? കോട്ടിട്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആജാനബാഹുവായ ആ മുഖംമൂടിക്കാരനിൽ ഒരു ചെറിയ പേടി തോന്നിയെങ്കിലും ആ സെക്യൂരിറ്റി കുറച്ച് നീങ്ങി നിന്ന് അവന്റെ പുറകിലേക്ക് നോക്കി. അവിടെ രക്തത്തിൽ കുടിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു. അതിന് ചെറിയ അനക്കമുണ്ടെന്ന് അയാൾ ശ്രദ്ധിച്ചു. അയാൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് തന്റെ പോക്കറ്റിലുള്ള വിസിൽ കയ്യിലെടുത്തു. അതവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വിസിൽ അയാൾ ചുണ്ടോട് അടുപ്പിച്ചതും ഒരു ഇഷ്ടിക കഷ്ണം തലയിൽ പതിച്ചതും ഒരുമിച്ചായിരുന്നു.
റോഡരികിൽ വീണ് കിടന്ന അയാളെ അവനൊന്ന് അനക്കി നോക്കി. മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് അവൻ വാനിൽ കയറി പുറത്തേക്ക് പോയി. ഗേറ്റ് തുറന്നു തന്നെ കിടന്നിരുന്നു. ആ ഷെഡിലുള്ള സെക്യൂരിറ്റിയെ കാണാനില്ലായിരുന്നു. പുറത്തിറങ്ങിയതും ഒരു പോലീസ് ജീപ്പ് വാനിന്റെ മുന്നിൽ വന്ന് നിന്നു. അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് പോലീസിൽ വിവരം അറിയിക്കാൻ ആ സെക്യൂരിറ്റിക്ക് തോന്നിയത് കാരണമാണ് ഇത് സംഭവിച്ചത്. ജീപ്പിൽ നിന്നും തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് SI പുറത്തിറങ്ങിയത്. തെല്ലും ഭയമില്ലാതെയാണ് അയാൾ വണ്ടിക്കുള്ളിൽ ഇരുന്നത്. ആ പോലീസുകാരൻ അടുത്തെത്തിയതും അവൻ വണ്ടി ഇടത്തോട്ട് വെട്ടിച്ച് മുന്നോട്ട് ഓടിച്ചുപോയി. പുറകെ തന്നെ ആ പോലീസ് ജീപ്പും പാഞ്ഞു. തന്റെ ഫോൺ ബെല്ലടിക്കുമ്പോഴും ഹേമന്തും റോഷനും കാറിലായിരുന്നു. ഹേമന്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. അത് ഒരു പരിചയമില്ലാത്ത നമ്പറായിരുന്നു. യെസ്, ACP ഹേമന്ത് ചന്ദ്രശേഖർ. സർ, ഞാൻ തൃപ്പൂണിത്തറ SI ജേക്കബ്. ആ ഫോട്ടോയിലുള്ള വാൻ ഞങ്ങൾക്ക് തൊട്ടുമുന്നിലുണ്ട് സർ. വി ആർ ചേസിങ് ഇറ്റ്. ഹേമന്തിന് സന്തോഷം അടക്കാനായില്ല. വേർ ആർ യു നൗ? സർ, ഇപ്പോൾ പേട്ട എത്താറായി. മരടിൽ നിന്നും മുസ്തഫയും ടീമും ഇപ്പോൾ പേട്ടയിൽ എത്താറായിട്ടുണ്ടാവും. സോ അവൻ ലെഫ്റ്റ് തിരിഞ്ഞ് മരടിലേക്ക് പോയാലും നമുക്ക് പിടിക്കാനാകും. ഗ്രേറ്റ്, ഞങ്ങളിപ്പോൾ വൈറ്റിലയിലുണ്ട്. വി ആർ കമ്മിങ്. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എനിക്കവനെ ജീവനോടെ വേണം. ഹേമന്ത് ഫോൺ കട്ട് ചെയ്തു. രാമേട്ടാ, തൃപ്പൂണിത്തറ. റോഷന്റെ മുഖം സന്തോഷത്താൽ വിരിഞ്ഞു. ഇടതുവശത്തു നിന്നും പാഞ്ഞു കയറി വന്ന പോലീസ് ജീപ്പ് ഇടിക്കാതിരിക്കാൻ അവൻ വണ്ടി വെട്ടിച്ച് വലത്തോട്ട് വളച്ചു. പേട്ട ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വൈറ്റിലയിലേക്ക് വരുന്ന ആ വാനിന്റെ പിന്നിൽ ഇപ്പോൾ 2 പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. അതിവേഗം പാഞ്ഞു വളവുകൾ വളഞ്ഞു വന്ന ആ വാൻ ചെമ്പക്കര പാലം കയറിയതും മുന്നിൽ ACPയുടെ കാർ വന്ന് വട്ടം നിന്നു. ആ വാൻ നിൽക്കുന്നതിന് മുമ്പ് റോഡിൽ ടയറുറിഞ്ഞ പാടുകൾ കാണാമായിരുന്നു. പുറകെ വന്ന ജീപ്പുകൾ പാലത്തിന്റെ ഇറക്കിൽ വട്ടം നിർത്തിയിട്ടു. 2 നിമിഷത്തെ നിശബ്ദതയെ ഗണിച്ചത് ACPയുടെ സ്വരമായിരുന്നു. ആ വാനിന്റെ ഡോറ് തുറന്നു തന്നെ വെച്ചിട്ടായിരുന്നു അവൻ പുറത്തിറങ്ങിയത്. പുറകെ തോക്കുമായി വരുന്ന 2 പോലീസുകാരെ അവൻ ശ്രദ്ധിച്ചിരുന്നു. അവന്റെ നീക്കത്തിൽ സംശയം തോന്നിയ റോഷൻ പറഞ്ഞു, ഡോണ്ട് മൂവ്. അവൻ അനങ്ങാതെ നിന്നു. ഹേമന്ത് റോഷനോട് കവറപ്പ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. ഇതേസമയം പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് അവൻ താഴേക്ക് ചാടി. നോ എന്നലറിക്കൊണ്ട് ഹേമന്തിന്റെ കൈ കാഞ്ചിയിൽ അമർന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ആ വെടിയൊച്ച മാറ്റുലുകൊണ്ടു. താഴെ വെള്ളത്തിൽ അവൻ വന്നു വീഴുന്ന ശബ്ദം കേട്ടു. എല്ലാവരും ഓടി വന്ന് വെള്ളത്തിലേക്ക് നോക്കി. റോഷൻ കയ്യിലിരുന്ന ടോർച്ച് ലൈറ്റ് വെള്ളത്തിലേക്ക് തെളിച്ചു. ആ ഭാഗത്തെ വെള്ളത്തിന് ചുവപ്പ് നിറമായിരുന്നു. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വന്ന് ആ 2 ജീപ്പിന്റെ പുറകിലായി നിന്നു. SI ജേക്കബ് ആ പൊതി വാങ്ങി ഹേമന്തിന് കൊടുത്തിട്ട് പറഞ്ഞു, പിടിക്കപ്പെടുമെന്നായപ്പോ അവൻ ഉപേക്ഷിച്ച ഫോണാണിത്. ഹേമന്ത് അത് വാങ്ങി റോഷനെ ഏൽപ്പിച്ചു. ഇതിന് TTS എടുക്കണം. പിന്നെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. അവർ വണ്ടി ചെക്ക് ചെയ്യുമ്പോഴേക്കും ഹേമന്ത് ആ പുഴയിൽ തന്നെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് റോഷൻ വന്ന് പറഞ്ഞു, ഒന്നുമില്ല സർ. ആ ബോഡി കൊണ്ടുപോയ ചാക്കും പിന്നെ രക്തം പുരണ്ട ഒരു തുണിയും. അത് 2 ഫോറൻസിക്കിന് അയക്കണം. ഹേമന്ത് തിരിഞ്ഞ് ജേക്കബിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗുഡ് ജോബ് ഗൈസ്. പിന്നെ ആ ബോഡി എടുക്കാനായിട്ട് അത് VKR ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങി കാണും. ഈ നദിയുടെ 2 കരയിലും പെട്രോളിംഗ് ശക്തമാക്കണം. അവന് വെടികൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ ദൂരം നീന്താനാവില്ല. യെസ് സർ. ജേക്കബും മുസ്തഫയും അവരുടെ ടീമും തിരിച്ചുപോയി. തിരിച്ചു വന്ന് കാറിൽ കയറിയിട്ട് റോഷനോട് പറഞ്ഞു, ഈ വണ്ടി ഇവിടെ നിന്ന് എടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. റോഷൻ തലയാട്ടിക്കൊണ്ട് ഫോണെടുത്ത് ഡയൽ ചെയ്തു. ഹേമന്ത് തിരിഞ്ഞ് രാംദാസിനോട് പറഞ്ഞു, VKR ഹോസ്പിറ്റൽ. മേശമേൽ കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരി വെളിച്ചം മാത്രമുള്ള ഒരു മുറിയിൽ മറ്റെല്ലാ വശങ്ങളും ഇരുട്ടും മൂടിയിരുന്നു. ഒരാൾ ആ മെഴുകുതിരിക്കരികിൽ കൊണ്ടുവച്ച ബാഗിൽ നിന്നും ഒരു സർജിക്കൽ നൈഫ് പുറത്തെടുത്തു. തൊട്ടടുത്തിരുന്ന സ്പ്രൈറ്റ് ബോട്ടിൽ തുറന്ന് ആ കത്തി വൃത്തിയാക്കി. പിന്നീട് അയാൾ സ്വന്തം വലതുകാൽ കയറ്റി ആ മേശമേൽ വെച്ചു. കാലിന്റെ പുറഭാഗം മുറിഞ്ഞ് രക്തം വാർന്നുകൊണ്ടിരുന്നു. ആ മുറിവിനോട് ചേർത്ത് പിടിച്ച ആ കത്തി വേഗത്തിൽ താഴേക്ക് ചലിച്ചു. ഒരലർച്ചയോടെ അയാൾ അതിനുള്ളിൽ കുടുങ്ങിയിരുന്ന എന്തോന്ന് എടുത്തു മാറ്റിവെച്ചു. അത് ഒരു വെടിയുണ്ടയായിരുന്നു. VKR ഹോസ്പിറ്റലിലെ ICUവിന് മുന്നിൽ 2-3 പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മാറി നിന്ന റോഷന്റെ ചുണ്ടിൽ അപ്പോഴും പാതി കത്തിയ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. ICU ഡോറിന്റെ മുന്നിലുള്ള കസേരയിൽ തന്നെ ഹേമന്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ നിശബ്ദതയെ ഗണിച്ച് ഹേമന്തിന്റെ ഫോൺ ബെല്ലടിച്ചു. യെസ് സർ, ഇവിടെ തന്നെയുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ സർ. ഹേമന്ത് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും റോഷൻ അടുത്ത് വന്ന് ചോദിച്ചു, കമ്മീഷണർ സാറാണോ? എന്തു പറഞ്ഞു? ഹീസ് ഓൺ ദ വേ. ഇവന്റെ കണ്ടീഷൻ എന്താണാവോ? ഇവരാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. വരുമ്പോൾ ചോദിക്കാം. ഹേമന്ത് അലസമായാണത് പറഞ്ഞത്. അപ്പോഴും 2 നഴ്സുമാർ ധൃതിയിലകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും ഡോക്ടർ എന്ന് തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് വന്നു. റോഷനും ഹേമന്തും അയാളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഡോക്ടർ ദിലീപ്, ഡ്യൂട്ടി ഡോക്ടറാണ്. അയാളുടെ പേര് വിക്ടർ എന്നാണെന്ന് തോന്നുന്നു. ഇത് അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയതാണ്. ഹേമന്ത് അത് വാങ്ങി നോക്കി. അതൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. അയാൾ വീണ്ടും ഡോക്ടറെ നോക്കി. ശരീരത്തിൽ എല്ലായിടത്തും മുറിവുണ്ട്. 1-2 എണ്ണം ആഴത്തിലുള്ളതാണ്. ഞങ്ങൾ മുറിവുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സർജൻ മിസ്റ്റർ സുശാന്ത് ഓൺ ദ വേ ആണ്.
കുറച്ചധികം ബ്ലഡ് വേണ്ടിവരും. ആ ലൈസൻസിലുള്ളത് തന്നെയാണ്. ഗ്രൂപ്പെങ്കിൽ എ പോസിറ്റീവാണ്. ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പറയാം. ഡോണറെ കണ്ടുപിടിച്ച് വെച്ചോളൂ. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഹേമന്തിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അയാളിത് പ്രതീക്ഷിച്ചിരുന്നു. ഡോക്ടർ വീണ്ടും അകത്തേക്ക് പോയി. ഹേമന്ത് പറഞ്ഞു, റോഷൻ, കമ്മീഷണറെ വിളിച്ച് സിറ്റുവേഷൻ അറിയിക്കണം. പിന്നെ അവന്റെ വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടത് ചെയ്യാനും പറയണം. കുറച്ച് സമയം കൂടി കടന്നുപോയി. കമ്മീഷൻ നടന്നു വരുന്നത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. സിറ്റുവേഷൻ കുറച്ച് വേഴ്സാണ് സർ. മേയറെ ഹേമന്ത് പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പ് കമ്മീഷൻ പറഞ്ഞു, ഹേയ് ഹേമന്ത്, ഐ അണ്ടർസ്റ്റാൻഡ്. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഹേമന്ത് എഴുന്നേറ്റ് വരാന്തയിൽ കുടിവെള്ളത്തിനടുത്ത് വെച്ചിരുന്ന ഗ്ലാസ്സിൽ വെള്ളം നിറച്ചെടുത്തു. അവനെപ്പറ്റി എന്തെങ്കിലും? കമ്മീഷൻ ചോദിച്ചത് ഹേമന്തിനോടായിരുന്നു. ഇതുവരെയില്ല. സ്റ്റിൽ സെർച്ചിങ്. ജേക്കബും ടീമും അവിടെ തന്നെയുണ്ട്. വെടിയേറ്റതുകൊണ്ട് അധിക ദൂരം പോകിക്കാണാനിടയില്ല. ഇത് പറയുമ്പോഴും ഹേമന്തിന്റെ മുഖത്തുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവ് കമ്മീഷൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ എന്തായി? ഏതോ സർജനെ വെയിറ്റ് ചെയ്യാണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം അങ്ങനെ കടന്നുപോയി. ഐസിയുന്റെ വാതിൽ തുറന്ന് ഡോക്ടർ ദിലീപ് ഇറങ്ങി വന്നു. അവർ അയാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, സോറി സർ, ഹീസ് നോ മോർ. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ കമ്മീഷണർ ഹേമന്തിനെയും റോഷനെയും ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു, ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് ബോഡി ഓട്ടോപ്സിക്ക് അയക്കണം. ഡോക്ടർ ഹരികുമാർ വിൽ അറ്റൻഡ് ദി കേസ്. ഡോക്ടർ അവിടെ നിന്നും നടന്നു നീങ്ങി. സ്റ്റെയർ കേസ് കയറി മേയറും ഭർത്താവും കൂടെ 3-4 പേരും ആ ഐസിയുവിന് മുന്നിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഹേമന്തും റോഷനും പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുകയായിരുന്നു. ദുർഗയെ സൈബർ സെല്ലിൽ കൊണ്ടുപോയി വിട്ട ശേഷമായിരുന്നു അവർ യാത്ര തിരിച്ചത്. ആ കില്ലറുടെ ഫോൺ ഡീറ്റെയിൽസ് എടുക്കുകയായിരുന്നു ലക്ഷ്യം. റോഷൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ മുന്നിലായിരുന്നു ഹേമന്ത് ഇരുന്നത്. രണ്ടുപേരുടെയും മുഖത്ത് ഒരു നിരാശയുണ്ടായിരുന്നു. വെളുക്കുന്നത് വരെ തിരഞ്ഞിട്ടും അവനെ പിടിക്കാൻ ജേക്കബിനും കൂട്ടർക്കും ആകാതെ പോയതാണ് ആ നിരാശയുടെ കാരണം. ആശുപത്രിയിൽ എത്തുന്നതുവരെയും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ല. വണ്ടി പാർക്ക് ചെയ്ത് എൻക്വയറി ലക്ഷ്യമാക്കി നടന്ന ഹേമന്തിന് പുറകിൽ നിന്നും ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി. സന്ധ്യയായിരുന്നു അത്. ആഹാ, സന്ധ്യയോ? എന്താ ഇവിടെ? ഹേമന്ത് വളരെ കൂളായിട്ടാണ് അത് ചോദിച്ചത്. മിസ്റ്റർ വർഗീസ് സാറ് ഇന്നിവിടെ വരുന്നുണ്ടായിരുന്നു. പുതിയ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം. അത് കവർ ചെയ്യാൻ വന്നതാണ്. സന്ധ്യ ഇത് പറയുമ്പോഴും ഹേമന്ത് ശ്രദ്ധിച്ചത് കൂടെ വന്ന ക്യാമറമാനെയായിരുന്നു. അത് ഡേവിഡ് അല്ലായിരുന്നു. ഇന്ന് അനിയൻ വന്നില്ലേ? ആ ചോദ്യമൊട്ടും ആലങ്കാരികമാകാതിരിക്കാൻ ഹേമന്ത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇല്ല, അവൻ ഇന്നലെ ബൈക്കിൽ നിന്നോ ഒന്ന് വീണു. അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അല്ല, സാറെന്താ ഇവിടെ? ഒരു ബന്ധു കിടപ്പുണ്ട്. ഇതിലെ പോയപ്പോൾ ഒന്ന് കയറി കണ്ടേക്കാന്ന് കരുതി. ചെറിയൊരു പരിക്കുണ്ട്. താൻ പറഞ്ഞ ഉത്തരം വിശ്വാസം വരാത്ത പോലെ നോക്കുന്ന സന്ധ്യയുടെ ഹേമന്ത് തുടർന്നു. എന്നാ സന്ധ്യ ചെല്ലൂ, നമുക്ക് അടുത്ത പ്രസ് മീറ്റിങ്ങിന് കാണാം. ഹേമന്ത് തിരിഞ്ഞു നടന്നു. അയാൾ പറഞ്ഞത് വിശ്വാസം വരാത്ത പോലെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് സന്ധ്യ പോയത്. അകത്തേക്ക് പോകുന്നതിനിടെ റോഷൻ പറഞ്ഞു, സാറ് അങ്ങനെ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറയിൽ നോക്കി ആ പെണ്ണ് പുറകെ വന്നേനെ. അതിന് മറുപടി പറയാതെ ഹേമന്ത് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. 412 മുറിയുടെ വാതിൽ തുറന്ന് ഹേമന്തും റോഷനും അകത്ത് കയറി. കയറി വരുന്നവരുടെ വേഷം കണ്ടിട്ടില്ലെന്ന് തോന്നും വണ്ണം നൈറ്റിയിട്ട് ആ സ്ത്രീ എഴുന്നേറ്റ് നിന്നു. മോഹൻദാസിന്റെ ഭാര്യ ലത അല്ലേ? ചോദിച്ചുകൊണ്ട് ആ കട്ടിലിന്റെ കാൽക്കലിരുന്നു ഹേമന്ത്. അതെ സാറേ. അവർ പേടിയോടെയാണ് മറുപടി പറഞ്ഞത്. ഇയാളെപ്പോഴാ ഉണരുന്നതെന്നോ മറ്റോ പറഞ്ഞിരുന്നോ? ചോദിച്ച ചോദ്യത്തിന് റോഷന്റെ മുഖത്ത് നോക്കിയാണ് അവർ മറുപടി പറഞ്ഞത്. 4 മണിക്കൂർ മയക്കെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോ എഴുന്നേക്കാറായിട്ടുണ്ട്. അവർ പറഞ്ഞു നിർത്തിയതും അയാൾ കണ്ണു തുറന്നു. മയക്കം വിട്ട് എഴുന്നേറ്റപ്പോൾ മുറിയിൽ 2 പോലീസുകാരെ കണ്ട് അയാൾ കട്ടിലിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നോളൂ. ഞങ്ങൾ വന്നത് 1-2 കാര്യങ്ങൾ അറിയാനാ. അയാൾ അവരെ 2 പേരെയും മാറി മാറി നോക്കി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ ചെന്ന് സാറുമാർക്ക് കുടിക്കാൻ ചായയോ മറ്റോ വാങ്ങിട്ട് വാ. അയാളെ കട്ടിലിൽ എഴുന്നേൽപ്പിച്ചിരുത്തിയതിനു ശേഷമാണ് അവർ മറുപടി പറഞ്ഞത്. എന്നാ ഞാൻ പോയിട്ട് വരാം. നിങ്ങൾക്കുള്ള കഞ്ഞിയും കൂടി വാങ്ങിട്ട് വരാം. അവർ പാത്രവുമായി പുറത്തേക്ക് പോയി. ഹേമന്ത് അയാളെ നോക്കി ചിരിച്ചു. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അവർക്കറിയില്ല സാറേ. അതാ ഞാൻ. അവരകത്തില്ലാത്തതാ ഞങ്ങൾക്ക് സൗകര്യം. എത്ര കാലായി അവിടെ സെക്യൂരിറ്റി പണി തുടങ്ങിയിട്ട്? 1-2 കൊല്ലായി. ആ വണ്ടിയിൽ വന്നയാളെ നേരിട്ട് കണ്ടിരുന്നു. ഹേമന്തിന്റെ ചോദ്യം ലളിതമായിരുന്നു. അവനൊരു കല്ല് വെച്ച് എറിഞ്ഞാണ് സാറേ എന്റെ മുഖം ഇങ്ങനെയാക്കിയത്. പോലീസുകാരെ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടാണ് ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കണേ. അവൻ ഒറ്റയ്ക്കായിരുന്നോ അതോ വേറെ ആരെങ്കിലും? ഞാൻ അവനെ മാത്രമേ കണ്ടുള്ളൂ സാറേ. 6 അടിയിലധികം പൊക്കം വരും. ഒത്ത ശരീരം. മുഖം മുടിയിട്ടിരിക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒന്നും മനസ്സ് വെച്ചെങ്കിൽ അയാൾക്കെന്നെ നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. എന്നിട്ടും അയാളത് ചെയ്തില്ല. ഹേമന്ത് റോഷനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? മുഖത്ത് 2 സ്റ്റിച്ചുണ്ട്. പിന്നെ വലത്തെ കൈക്ക് ഒരു ഉളുക്കും. എന്നാലും ഒരാഴ്ച കിടക്കേണ്ടി വരുമായിരിക്കും. എന്നാ മോഹൻദാസ് റെസ്റ്റ് എടുത്തോളൂ.
എഴുന്നേറ്റ് പുറത്തേക്കൊന്ന് നടന്ന ശേഷം തിരിഞ്ഞു നിന്ന് ഹേമന്ത് വീണ്ടും ചോദിച്ചു. അത്രയ്ക്കും വലിയ ആകാരമുള്ള, കയ്യിൽ മാരകായുധങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ടും അടുത്തേക്ക് ചെല്ലരുത് എന്ന കൺട്രോൾ റൂം നിർദ്ദേശത്തെ ലംഘിക്കാനുള്ള ധൈര്യം എവിടുന്ന് വന്നു? അതിനയാൾ ചിരിച്ചുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. ഞാനൊരു റിട്ടയർഡ് സുബൈദാർ മേജറാണ് സാറേ. അതിനുള്ള ധൈര്യമെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ 10-15 കൊല്ലം യൂണിഫോം ഇട്ട രാജ്യസേവനം നടത്തിയത് വെറുതെയായി പോവില്ലേ സാറേ? പുഞ്ചിരിച്ചുകൊണ്ടാണ് ഹേമന്തും റോഷനും പുറത്തേക്ക് പോയത്. അപ്പോഴും അയാളുടെ മുഖത്ത് ഒരു പട്ടാളക്കാരനായതിലുള്ള അഭിമാനം നിറഞ്ഞു നിന്നിരുന്നു. ഓട്ടോപ്സി ചെയ്യുന്ന മുറിക്കുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ ഹേമന്തും റോഷനും മാസ്ക് ധരിച്ചിരുന്നു. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് ഹരികുമാർ വിളിച്ചിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് വിളിപ്പിച്ചത് എന്ന ചിന്തയായിരുന്നു ഹേമന്തിന്റെ മനസ്സ് നിറയെ. ഡോക്ടറുടെ അസിസ്റ്റന്റ് എന്ന് തോന്നിക്കുന്ന 2 പേർ ആ ബോഡി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ആ ബോഡിക്കരികിൽ എത്തിയതും ഡോക്ടർ അവരോട് പുറത്തു പോകാൻ ആംഗ്യം കാണിച്ചു. നോക്കൂ ഹേമന്ത്, ഈ ശരീരം മുഴുവൻ മുറിവുകളുണ്ട്. രക്തം വാർന്നു പോകാനായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഹരികുമാർ പറഞ്ഞതും ഹേമന്ത് തിരിച്ചു ചോദിച്ചു. ഇത് ഹരിയേട്ടൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിലിപ്പോ എന്ന ഒരു പുതിയ ലീഡ് കണ്ടോ? ഇത്രയും അടുത്ത് നിന്നിട്ട് കൂടി നിനക്ക് മനസ്സിലായില്ല. വി ആർ ടോട്ടലി മിസ്റ്റേക്കൺ. ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കുന്ന ഹേമന്തിനോട് ഡോക്ടർ തുടർന്നു. ലുക്ക് ഹിയർ, ഈ നെഞ്ചിൽ കാണുന്ന മുറിവുകൾ ശ്രദ്ധിച്ചു നോക്ക്. ഹേമന്ത് അടുത്ത് വന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ക്രോസ്. റോഷന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അയാൾ കുറച്ചുകൂടി മാറി നിന്ന് നോക്കി. രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഹരികുമാർ പറഞ്ഞു, ആദ്യം നോക്കുമ്പോൾ ഒരു കുരിശായി തോന്നുമെങ്കിലും അതങ്ങനെയല്ല. ഇറ്റ് ഈസ് ആൻ ആൽഫബറ്റ്, സ്മോൾ ലെറ്റർ ടി. ഹേമന്തിനും റോഷനും അത് വിശ്വസിക്കാനായില്ല. ഹരികുമാർ തുടർന്നു, മുറിവുകൾ ഡ്രസ് ചെയ്യാനായിട്ട് ആ ആശുപത്രിക്കാരെ വൃത്തിയാക്കിയിരുന്നു. അതുകൊണ്ടാണിത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തോ ആലോചിച്ചു നിന്ന ഹേമന്ത് പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നിലുള്ള എല്ലാ കേസിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഉണ്ടാവണമെന്നല്ല, തീർച്ചയായും ഉണ്ടാകും, ഹരികുമാർ കൂട്ടിച്ചേർത്തു. ഹരിയേട്ടാ, ഇതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് എത്രയും വേഗം. ഹേമന്ത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ഹരി പറഞ്ഞു, ഞാൻ മെയിൽ ചെയ്തേക്കാം, നീ പോയി ബാക്കി കണ്ടുപിടിക്കുക. ഹേമന്തും റോഷനും പുറത്തേക്ക് ഇറങ്ങി. കാറിനടുത്ത് എത്തിയതും റോഷനോട് പറഞ്ഞു, എനിക്ക് കമ്മീഷണറുമായി ഒരു മീറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്ക് 2 മണിക്ക്. വൈകിട്ട് 4:30 ഞാൻ എത്തുമ്പോഴേക്കും 2 കാര്യങ്ങൾ ചെയ്യണം. ബോഡി കിടന്ന അപ്പാർട്ട്മെന്റിൽ പോയി ഒരു ഡീറ്റെയിൽ എൻക്വയറി നടത്തണം. പിന്നെ ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടിന്റെ സഹായത്തോടെ മരിച്ച എല്ലാവരുടെയും ബോഡിയിൽ എന്തെങ്കിലും ആൽഫബറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. യെസ് സാർ. അവരുടെ കാർ വേഗത്തിലാണ് ആ കോമ്പൗണ്ടിനും പുറത്തു പോയത്. ദുർഗയും റോഷനും മുറിയിലേക്ക് കയറി വരുമ്പോൾ ഹേമന്ത് തിരക്കിട്ട് തന്റെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുകയായിരുന്നു. സല്യൂട്ട് ചെയ്തിട്ട് മേശയ്ക്ക് മുന്നിലുള്ള കസേരയിലിരിക്കുന്ന ദുർഗയോട് കമ്പ്യൂട്ടറിൽ നിന്നും കണ്ണെടുക്കാതെ ഹേമന്ത് ചോദിച്ചു, കമ്പ്യൂട്ടർ എക്സ്പെർട്ടിന്റെ കാര്യം എന്തായി? പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ? ഹീസ് വർക്കിംഗ് ഓൺ ഇറ്റ് സർ, ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഫയൽ റോഷൻ ഹേമന്തിനെ ഏൽപ്പിച്ചു. വാട്ട് ആർ ദെയർ ഫൈൻഡിങ്സ്? അത് വാങ്ങി മറിച്ചു നോക്കുന്നതിനിടയിലാണ് ഹേമന്ത് ചോദിച്ചത്. ആ ചാക്കിലും പിന്നെ ആ തൂണിലുമുള്ളത് 4 ഗ്രൂപ്പിൽപ്പെട്ട രക്തസാമ്പിളുകളാണ്. എ പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, ഒ പോസിറ്റീവ്. പെട്ടെന്നാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ വരുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഹേമന്ത് ഓർത്തത്. കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നും എ പോസിറ്റീവ് വിക്ടറുടെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റു 3 സാമ്പിളുകളും ചെക്ക് ചെയ്തിരുന്നോ ഇതിനു മുമ്പ് മരിച്ചവരുമായിട്ട്? യെസ് സർ, ഇതിനു മുമ്പ് മരിച്ച 3 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പുകളാണത്. സോ ഫൈനലി നമ്മുടെ വൈൽഡ് ഗസ് ശരിയാവുകയാണ്. ഇനി ഊഹാപോഹങ്ങൾ ആവശ്യമില്ല. ഈ 4 കൊലയും ചെയ്തത് ഒരാളാണ്. അതിനുള്ള ഒരു സോളിഡ് എവിഡൻസ് ആണ് ഈ റിപ്പോർട്ട്. ഹേമന്തിന്റെ മുഖത്ത് തങ്ങൾ പോകുന്നത് നേർവഴിക്കാണെന്നതിന്റെ ആത്മവിശ്വാസം കാണാമായിരുന്നു. ശരിയാണ് സർ, നമ്മൾ നേർവഴിയിലൂടെ തന്നെയാണ് ഇതുവരെയും വന്നത്. ദുർഗയാണത് കൂട്ടിച്ചേർത്തത്. ആ ഫോണിന്റെ കാര്യം എന്തായി? ഡീറ്റെയിൽസ് എടുത്തോ? ഇതുവരെയില്ല സർ, മെയിൽ ചെയ്തിട്ട് എന്നെ വിളിക്കാന്നാ പറഞ്ഞത്. ഇന്ന് ഈ 4 റിപ്പോർട്ടുകളും ഞാൻ വായിച്ചതിൽ നിന്നും കുറച്ച് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഹേമന്തും ദുർഗയും റോഷനെയും മാറി മാറി നോക്കിക്കൊണ്ട് തുടർന്നു. സർ, നമ്മൾ ആദ്യമായി അന്വേഷിക്കുന്നത് വക്കീലിന്റെ കേസാണെങ്കിലും ആദ്യത്തെ വിക്ടിം സുനിയായിരുന്നല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹിം. സുനിയുടെ ബോഡി കിട്ടുന്നത് ഒക്ടോബർ 7-നാണ്. തൊട്ടടുത്ത വിക്ടിം വക്കീലിന്റെ ബോഡി കിട്ടുന്നത് 27-ന്. അടുത്തയാൾ നവംബർ 17. വിക്ടറിന്റെ ബോഡി കിട്ടുന്നത് ഇന്ന് ഡിസംബർ 7. എല്ലാം തമ്മിൽ ഒരു 19 ദിവസത്തെ വ്യത്യാസം, അല്ലേ? ഹേമന്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകാത്തവണ്ണമായിരുന്നു ദുർഗയും റോഷനും ഇരുന്നത്. ഹേമന്ത് തുടർന്നു, പക്ഷെ മരണം സംഭവിക്കുന്നതിന് മുന്നേ എല്ലാവരും 4 ദിവസം ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിന്നും വ്യക്തം. സോ വക്കീലിനെ കാണാതായത് 22-ന്, IG സാർ 12-ാം തീയതി, ഇപ്പോൾ ഇവൻ മിസ്സായത് 2-ാം തീയതി. സോ ഒരാളുടെ ബോഡി ഉപേക്ഷിച്ചു കഴിഞ്ഞ് കൃത്യം 15-ാം നാൾ അടുത്തയാൾ കാണാതെ പോകുന്നു. ദാറ്റ് മീൻസ് ഇനി മിസ്സാവാൻ പോകുന്നയാൾ ഈ മാസം 22-ാം തീയതി ആയിരിക്കും.
റോഷനും ദുർഗയും എക്സൈറ്റഡ് ആയത് ഹേമന്ത് ശ്രദ്ധിച്ചു. പക്ഷേ ഈ 15 ദിവസം കൊണ്ട് കേരളം മുഴുവൻ അന്വേഷിച്ച് അടുത്തയാളെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ദുർഗയുടെ സംശയം ന്യായമാണെന്ന് റോഷന് തോന്നി. അവന് വേണ്ടി ഇനി നമുക്ക് കേരളം മുഴുവൻ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഈ ഡേറ്റുകൾക്കുള്ളിലുള്ള പോലത്തെ ഒരു സാമ്യം വിക്ടിംസിനുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ. ആദ്യം ബോഡി കിടന്നത് ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള പാർക്കിന് മുന്നിൽ. രണ്ടാമത്തെ വിക്ടിം വക്കീലിന്റെ തറവാട് വീട് ആ പാർക്കിന് വടക്കുള്ള റോഡിന്റെ എതിർവശത്താണ്. എല്ലാ കേസിലും ഈ ലിങ്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. വക്കീലിന്റെ ബോഡി ഉപേക്ഷിച്ച് ജവഹർ നഗർ ഹൗസിംഗ് കോളനിയിലാണ് ഐ ജി അലിസാറിന്റെ വീട്. അതുപോലെ തന്നെ ഐ ജിയുടെ ബോഡി ഉപേക്ഷിച്ച് സൗത്തിലെ ഡ്രീംസ് വില്ലാസിലാണ് മേയറുടെ വീട്. അപ്പോൾ അടുത്തയാൾ ഉറപ്പായും തൃപ്പൂണിത്തറയിലെ സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിലെ താമസക്കാരനാകും. കാരണം വിക്ടറുടെ ബോഡി ഉപേക്ഷിച്ചത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിനടുത്താണ്. ഹേമന്ത് പറഞ്ഞത് ശരിയാണെന്ന് ദുർഗയ്ക്കും റോഷനും തോന്നി. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുകയാണ്. അവിടെയുള്ള മുഴുവൻ താമസക്കാരുടെയും ലിസ്റ്റ് എടുക്കാം, ദുർഗ പറഞ്ഞു. ദുർഗ, വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അവിടെയുള്ള താമസക്കാർ മാത്രമല്ല, അവരുടെ അടുത്ത ബന്ധുക്കളുടെയും ലിസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം ആദ്യത്തെ കേസിൽ വക്കീലിന്റെ തറവാട് വീടിനടുത്താണ് ബോഡി ഉപേക്ഷിച്ചത്. ഹേമന്ത് പറഞ്ഞു നിർത്തി. ദുർഗയുടെ മുഖത്തുള്ള ആ സന്തോഷഭാവം പെട്ടെന്ന് മാഞ്ഞു. പെട്ടെന്ന് കേട്ട ഫോൺ ബെല്ല് എല്ലാവരുടെയും ശ്രദ്ധ റോഷനിലേക്ക് തിരിച്ചു. റിങ് ചെയ്യുന്ന ഫോൺ കയ്യിലെടുത്ത റോഷൻ ഹേമന്തിനോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ സർ. ഹേമന്ത് തലയാട്ടിയതും റോഷൻ ആ ഫോൺ കുറച്ചു മാറി നിന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്ത് തിരിച്ചു വന്ന റോഷൻ ഹേമന്തിനോട് പറഞ്ഞു, സർ, സൈബർ സെല്ലിൽ നിന്നായിരുന്നു. ഡീറ്റെയിൽഡ് മെയിൽ ചെയ്തിട്ടുണ്ട്. റോഷൻ പറഞ്ഞു നിർത്തിയതും ഹേമന്ത് തന്റെ മെയിൽ ചെക്ക് ചെയ്തു. ഇമെയിൽ തുറന്ന് വായിച്ചതിനു ശേഷം ഹേമന്ത് തുടർന്നു. ഈ ഫോൺ കണക്ഷൻ ഒരു ആരതിയുടെ പേരിലുള്ളതായിട്ടാണ് ഇതിൽ പറയുന്നത്. വിലാസമനുസരിച്ച് പാലക്കാട് നിന്നെടുത്ത കണക്ഷനാണ്. പക്ഷേ ഈ ഫോണിൽ നിന്ന് കോളുകൾ പോയിരിക്കുന്നത് ഒരു നമ്പറിലേക്കാണ്. ദാറ്റ് ഈസ് സ്ട്രേഞ്ച്. ഇതൊരു പക്ഷേ കൊലയാളിയുടെ സഹായവുമായി ബന്ധപ്പെടാൻ അയാൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലോ? പോസിബിൾ. പക്ഷേ അങ്ങനെയൊരു സഹായമുള്ളതിന് നമുക്കൊരു തെളിവും കിട്ടിയിട്ടില്ല. സോ എനിവേ, ആ നമ്പർ കൂടി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയൂ. പിന്നെ ഈ ഫോൺ ആക്റ്റീവായ സ്ഥലങ്ങളും സമയവും അതുകൂടി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദുർഗ മെയിലിന്റെ ഒരു കോപ്പി വാങ്ങിയ ശേഷം പുറത്തുപോയി. ഹേമന്ത് തിരിഞ്ഞ് റോഷനോട് ചോദിച്ചു, ആ വണ്ടി ഏതാണെന്ന് കണ്ടുപിടിച്ചോ? അത് കട്ടപ്പനയിലുള്ള ഒരു ഗ്യാരേജിൽ നിന്നും കഴിഞ്ഞ ഫെബ്രുവരി മിസ്സായ വണ്ടിയാണ്. അതിന്റെ ഓണർ ഒരു കാറ്റിൽ ഫാം നടത്തുന്നയാളാണ്. വിവരം അറിയിച്ചിട്ടുണ്ട്. അതിലും അങ്ങനെ വലിയ ലീഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഹേമന്തിന്റെ മുഖത്ത് ഒരു നിരാശഭാവമായിരുന്നു. സർ, പിന്നെ ആ ബോഡി കിടന്ന സ്ഥലത്തെ അന്വേഷണത്തിൽ നിന്നും ഒരു വീഡിയോ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാതെ കാമുകിയുമായി സംസാരിക്കുന്നതിനിടയിൽ ആ ബിൽഡിങ്ങിൽ ഒരു പയ്യൻ ഷൂട്ട് ചെയ്തതാണ്. എന്താ റോഷൻ ഇത് ആദ്യമേ പറയേണ്ടതല്ലേ? ഷോമി. റോഷൻ ഫോൺ ഓപ്പൺ ചെയ്ത് ആ വീഡിയോ ഹേമന്തിനെ ഏൽപ്പിച്ചു. ആ കില്ലർ സെക്യൂരിറ്റി അടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. മുഴുവൻ കണ്ടു കഴിഞ്ഞ് ഹേമന്ത് പറഞ്ഞു, അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കില്ലർ ഒരു ഇടംകയ്യനാണ്. റോഷൻ അത്ഭുതത്തോടെ ഹേമന്തിനെ നോക്കി. ആ വീഡിയോയിൽ സെക്യൂരിറ്റിയെ അവൻ എറിഞ്ഞു വീഴ്ത്തുന്നത് ഇടത് കൈ കൊണ്ടായിരുന്നു. പുറത്തു നിന്നും കയറി വന്ന ദുർഗ ഹേമന്തിനോട് പറഞ്ഞു, സർ, കം വിത്ത് മീ. ഐ വാണ്ട് ടു ഷോ സംതിങ്. ദുർഗ തിരിഞ്ഞു നടന്നു. ഹേമന്തും റോഷനും അവളെ അനുഗമിച്ചു. റോഷനും ഹേമന്തും ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുർഗയ്ക്കടുത്തായി തുറന്നു വെച്ച ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഹേമന്ത് മുറിയിലേക്ക് കയറി വന്നയുടൻ അയാൾ എഴുന്നേറ്റ് നിന്നു. സർ, ഞാൻ അൻവർ. ആ ഫോട്ടോസ് നോക്കാൻ മാഡം എന്നെയാണ് ഏൽപ്പിച്ചത്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഹലോ, ഇരിക്കൂ. ഹേമന്ത് ഇരിക്കുന്നതിനോടൊപ്പം പറഞ്ഞു. സർ, 3 ഫോട്ടോസ് നോക്കിയതിൽ 2 എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരം എ ആണ്. ഒരെണ്ണത്തിൽ ആറെന്നും, അൻവർ പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. ഇത് വന്നിരിക്കുന്നത് ഏത് ഓർഡറിലാണെന്ന് പറയാമോ? തന്റെ മുന്നിലിരിക്കുന്ന പേപ്പറിൽ നോക്കിയ ശേഷം അൻവർ പറഞ്ഞു. ഒന്നാമത്തെയും മൂന്നാമത്തെയും എ ആണ്, രണ്ടാമത് ആർ. റോഷൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഹേമന്ത് പറഞ്ഞു. ഗുഡ് ജോബ് അൻവർ. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇനിയും വിളിപ്പിക്കും. വിത്ത് പ്ലഷർ സർ. തന്റെ ബാഗും എടുത്ത് അൻവർ പുറത്തേക്ക് പോയി. ARA. റോഷൻ ചേർത്തത് വായിച്ചു നോക്കി. 4ാമത്തെ അക്ഷരം ടി. ഇതൊരു പെൺകുട്ടിയുടെ പേര് പോലെ. ഹേമന്ത് കൂട്ടിച്ചേർത്തു. ARAT. ആരാധന, ആരാധിക, ഓർ മേ ബി. റോഷൻ ഓരോ സാധ്യതകൾ തേടിക്കൊണ്ടിരുന്നു. ആരതി. ദുർഗ അത് പറഞ്ഞതും എല്ലാവരും ദുർഗയെ നോക്കി. ദുർഗ തുടർന്നു. ആ ഫോൺ കണക്ഷനും ആ പേരിൽ തന്നെയുള്ളതല്ലേ? അപ്പോൾ പിന്നെ റോഷനും അത് ശരിയാണെന്ന് തോന്നി. ഈ പേര് താൻ എവിടെയോ കേട്ടതായി ഹേമന്തിന് തോന്നി. അയാൾ മനസ്സിൽ ആ പേര് ഒന്നുകൂടി പറഞ്ഞു നോക്കി. ആരതി. റെക്കോർഡ് റൂമിലെ കമ്പ്യൂട്ടറിൽ റോഷനും ദുർഗയും ആരതി എന്ന പേര് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും തൊട്ടടുത്തുള്ള കസേരയിൽ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഹേമന്ത്. ആരതി എന്ന പേര് താൻ എവിടെയോ കേട്ടതായി നല്ല പരിചയം തോന്നിയ പോലെ ഉണ്ടായിരുന്നു ഹേമന്തിന്.
ദുർഗ കമ്പ്യൂട്ടറിലെ ഓരോരോ ഫയലുകൾ തുറന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാന ഭാഗം അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.